സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ ദേവനു പാടിയിടുവിൻ. സ്തുതി ഉചിതം മനോഹരവും നല്ലതുമെന്നറിവിൻ. സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ ദേവനു പാടിയിടുവിൻ. സ്തുതി ഉചിതം മനോഹരവും നല്ലതുമെന്നറിവിൻ. ദേവാദിദേവനി പാരിൽ വന്നു, പാപിയെ തേടി വന്നു, വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. ദേവാദിദേവനി പാരിൽ വന്നു, പാപിയെ തേടി വന്നു, വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. തിരുക്കരങ്ങൾ നിരത്തി വെച്ചു താരകങ്ങൾ ഗഗനേ, ഒരുക്കിയവൻ നമുക്കു രക്ഷ മാർഗമതീനു മുന്നേ. ദേവാദിദേവൻ പാരിൽ വന്നു, പാപിയെ തേടി വന്നു, ഉന്നതനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. ദേവാദിദേവനി പാരിൽ വന്നു, പാപിയെ തേടി വന്നു, വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. ഹല്ലേലൂയ. ഗലാത്യർക്ക് ലേഖനമല്ലേ 1:11 മുതൽ വായിക്കാം. മാനുഷമല്ല, അടുത്ത് ഓർപ്പിക്കുന്നു, മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. ഹല്ലേലൂയ. മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടും ഇല്ല. പിന്നെ ആരിൽ നിന്ന് പ്രാപിച്ചു? ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു. ഇന്ന് ചിലത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. നമ്മൾ ആരിൽ നിന്ന് പ്രാപിക്കണം? ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രാപിക്കണം. അപ്പോൾ വീണു പോകത്തില്ല. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? വീണു പോകും. മനുഷ്യൻ്റെ വാക്കുകളെല്ലാം കുറച്ച് നേരം നിൽക്കും. പക്ഷേ ദൈവത്തിൽ നിന്നാണ് പ്രാപിച്ചതെങ്കിൽ എന്തൊക്കെ വന്നാലും വീഴാൻ പറ്റത്തില്ല. കാരണം പ്രാപിച്ചതിൽ കർത്താവിൽ നിന്നാണെങ്കിൽ ഹല്ലേലൂയ, പ്രതികൂല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷേ അവയുടെ നടുവിൽ എന്ത് ചെയ്യും? തളരത്തില്ല. പക്ഷേ മനുഷ്യരിൽ നിന്നാണ് എന്തെങ്കിലും നമ്മൾ പ്രാപിച്ചാൽ നമ്മൾ പ്രശ്നം വരുമ്പോൾ വീണു പോകും. അയ്യോ എന്ത് ചെയ്യും? പക്ഷേ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചാലോ വീഴത്തില്ല. അപ്പോസ്തലൻ പ്രാപിച്ചതെല്ലാം ആരിൽ നിന്നായിരുന്നു? ദൈവത്തിൽ നിന്ന്. വായിച്ച അടുത്ത വരി. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. എങ്ങനെയാണ് പ്രാപിച്ചത്? യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ. അടുത്ത വരി. യഹൂദ മതത്തിലെ എന്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും എന്റെ പിതൃ പാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം എരിവേറി എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. എങ്കിലും എന്റെ ജനനം മുതൽ ഇതെല്ലാം ചെയ്തവനാണ് ഈ മനുഷ്യനെങ്കിലും ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. ഇതെല്ലാം ചെയ്തപ്പോഴും ഒരു വേർതിരിക്കൽ ഉണ്ടായിരുന്നു. പക്ഷെ വേർതിരിച്ചപ്പോഴും കൂടെ നടക്കുന്ന ഒരു ദൈവവും ഉണ്ടായിരുന്നു. ഇതിനകത്തും അങ്ങനെ തന്നെ. നമ്മൾ പലപ്പോഴും പലതും അറിവില്ലാതെയും അറിഞ്ഞുമൊക്കെ ചെയ്തുകൊണ്ട് നടന്നപ്പോൾ നമ്മളെ വിളിച്ച് വേർതിരിച്ചിട്ടുള്ള ഒരു ശബ്ദം ദൈവത്തിൻ്റെ ഉണ്ടായിരുന്നു പണ്ട്. അതുകൊണ്ട് ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. തക്ക സമയമാകുമ്പോൾ നമ്മൾ വിളിച്ച് എന്ത് ചെയ്യും? അടുത്തവർ വായിച്ചേ. തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുൻപേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങി പോരുകയും ചെയ്തു. മതി. ജനനം മുതൽ വേർതിരിച്ച ഒരു ദൈവം ഇന്ന് ഇതിനകത്ത് ഞാൻ പറയും. ജനനം മുതൽ മാത്രമല്ല, ജനിക്കും മുൻപേ, ഈ മുഴു ലോകം ഉണ്ടാകുന്നതിന് മുൻപേ എന്നെയും നിങ്ങളെയും കണ്ട ഒരു കണ്ണുണ്ട്. ആ കണ്ണാണ് നമ്മളിവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു മനുഷ്യൻ കണ്ടതല്ല, ലോകം കണ്ടതല്ല, പിന്നെ ആര് കണ്ടു? എൻ്റെ ദൈവം നമ്മളെക്കുറിച്ച് കണ്ടു, നമ്മളെക്കുറിച്ച് അറിഞ്ഞു. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് 21-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്തൊരു പ്രശ്നം നടക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് എല്ലാവർക്കും എപ്പോഴും അറിയാവുന്നൊരു സംഭവമാണ് ഹാഗറിൻ്റെ വിഷയം.
ഹാഗറിനെ ദൈവം കണ്ടു, ഹാഗറിന് ലഭിച്ച ഇസ്മായിലിനെ ദൈവം കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഹാഗർ ഒരിക്കലും വിചാരിച്ചില്ല സ്തോത്രം അബ്രഹാം തന്നെയും തൻ്റെ കുഞ്ഞിനെയും അവിടെ നിന്ന് സ്തോത്രം വെള്ളവും അടവും കൊടുത്ത് പറഞ്ഞയക്കുമെന്ന് ഒരിക്കലും അബ്രഹാം വിടുമെന്ന് ആരാ വിചാരിച്ചില്ല? ഹാഗർ വിചാരിച്ചില്ല, ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ ദൈവത്തിനറിയാം വിടുമെന്നുള്ള കാര്യം ദൈവത്തിന് അറിയാം. സ്തോത്രം. ഹാഗറിന് കുഞ്ഞ് ലഭിച്ചപ്പോൾ വളരെ സന്തോഷമായി. അബ്രഹാമിൻ്റെ സാറായിൽ കുഞ്ഞില്ല, അപ്പോൾ വളരെ സ്നേഹത്തോടെ കരുതുമെന്ന കാര്യം വിചാരിച്ചു, ഹാഗർ വിചാരിച്ചു. പക്ഷേ സ്തോത്രം വീട്ടിനകത്ത് ചില കരുക്കൾ അല്ലെങ്കിൽ ചില നീക്കങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ അബ്രഹാമും സാറായും തമ്മിൽ ചില കരുക്കൾ ഇവളെ തിരിച്ചുവിടാൻ, ഇവളെ പറഞ്ഞു വിടാൻ, ഈ സഹോദരിയെ പറഞ്ഞു വിടാൻ ചില കരുക്കൾ നീക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഹാഗറിന് വേണ്ടി ചിലത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നത്രക്ക് മനസ്സിലായി. ആമേൻ. അബ്രഹാമും ഭാര്യയും വീട്ടിനകത്തുള്ള മുറിക്കകത്തിരുന്ന് സ്തോത്രം ഹാഗറിനെ പറഞ്ഞു വിടുന്ന കാര്യം തീരുമാനിക്കുമ്പോൾ ഞാൻ പറയാം, സ്വർഗത്തിലെ ദൈവം അവൾക്ക് വേണ്ടി കുഞ്ഞിന് വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. ഇന്നത്രക്ക് മനസ്സിലായി. മനുഷ്യൻ നിനക്കെതിരെ ചിലത് തീരുമാനിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ദൈവത്തിൻ്റെ കോടതി എഴുന്നേൽക്കും, ദൈവത്തിൻ്റെ പ്രവൃത്തി എഴുന്നേൽക്കും. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഹാഗറിനെ പറഞ്ഞയക്കാൻ സാറായും അബ്രഹാമും കൂടെ തീരുമാനിച്ചു. അവർ രണ്ടുപേരും ചിന്തിച്ചു, ഉറപ്പിച്ചു. ദൈവം പറഞ്ഞു, സാറാ പറഞ്ഞതുപോലെ കേൾക്കാൻ പറഞ്ഞു, അതല്ലേ ശരി പറഞ്ഞു. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം അപ്പുറത്ത് ഹാഗറിന് വേണ്ടി ചില നന്മയുടെ വഴികൾ, ഹാഗറിന് വേണ്ടി നിലവിളിയുടെ ശബ്ദത്തിൽ ഇറങ്ങി വരുന്ന വഴികൾ, ഇവിടെ പറഞ്ഞയക്കുന്ന വഴികൾ ഇവർ വീട്ടിനകത്ത് പ്ലാൻ ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് ഹാഗറിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം അവൾക്ക് വേണ്ടി ചില നന്മകൾ പ്ലാൻ ചെയ്യുകയാണ്. ലോകം നീ അറിയാതെ, നീ ചിന്തിക്കാതെ മറ്റ് പല സ്ഥലങ്ങളിലും ഇരുന്ന് നിനക്കെതിരെ വിരോധമായി സംസാരിക്കുക, നിനക്കെതിരെ ചില പ്ലാനുകൾ, പദ്ധതികൾ ഒരുക്കുകയും ചെയ്യുമ്പോൾ ദൈവം ഇതിലെ നീ തളർന്നു പോകല്. തൊട്ടപ്പുറത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി നിന്ന് ചിലത് ചെയ്യുവാൻ മനുഷ്യനില്ലെങ്കിൽ അവിടെ ആരുണ്ട്? സർവശക്തനാകുന്ന ദൈവമുണ്ട്. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഇതാ അമ്മയും കുഞ്ഞിനെയും പറഞ്ഞയച്ചു. ഒരിക്കലും ഹാഗർ ചിന്തിച്ചു കാണത്തില്ല എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടും, എന്നെയും എൻ്റെ കുഞ്ഞിനെ വിടുമെന്ന് ഒരിക്കലും ചിന്തിച്ചു കാണത്തില്ല. പക്ഷേ ചിലതിനെല്ലാം പറക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ ചിലപ്പോൾ സ്തോത്രം കൊത്തി വിരട്ടാറുണ്ട്. ഞാൻ പറയാം, നിൻ്റെ ജീവിതത്തിനകത്ത് കൊത്തി വിരട്ടുന്ന സാഹചര്യം ഭവനത്തിനകത്ത് നിന്ന്, പുറത്ത് നിന്ന്, ദേശത്ത് നിന്ന്, വ്യത്യസ്തമായ ഇടങ്ങളിൽ നിന്ന് നമ്മെ കൊത്തി വിരട്ടുമ്പോൾ ചിന്തിച്ചോളണം. ചില സ്ഥാനങ്ങളിൽ പറന്നുയരാൻ പ്രതികൂലങ്ങളെ ജയിച്ച്, പ്രശ്നങ്ങളെ ജയിച്ച്, പ്രതിസന്ധികളെ ജയിച്ച്, പ്രതികൂല സാഹചര്യങ്ങളെ ജയിച്ച് ഏതൊക്കെ ഭാഗത്ത് ക്രിസ്തുവിനോട് കൂടെ നടക്കാൻ, ക്രിസ്തുവിൽ നിറയാൻ, ക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കാൻ, ആ ആത്മമണവാളിനെ കുറച്ചും കൂടെ രുചിച്ചറിയാൻ, കുറച്ചും കൂടെ തിരിച്ചറിയാൻ, ആർക്കും ചെയ്യാത്ത ചില പ്രവർത്തികൾ ദൈവം ചെയ്യുന്നത് കാണാൻ എൻ്റെ ദൈവം ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളെ ഇതിനകത്തൂടെ വിടുമ്പോൾ പതറിപ്പോകല്. അപ്പുറത്തെ വശത്ത് എനിക്ക് നിനക്കുമെതിരെ ഒരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഇപ്പുറത്തെ വശത്ത് എനിക്ക് നിങ്ങൾക്കുമെതിരെ അനുകൂലമായി യേശു ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഇത് ആസ്വാത്രം ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിനകത്ത് അപ്പുറത്ത് പ്ലാനിങ് ആണ്. ഇവളവിടെ പറയണം, വെള്ളം കൊടുക്കാം, മട കൊടുക്കാം, പറഞ്ഞയക്കാമെന്ന് പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പുറത്ത് സ്വർഗം പറയുകയാണ്, ഈ കുഞ്ഞ് മരിക്കുന്ന നിലവാരത്തിൽ ഇവൾ വിളിക്കും, അലറി കുഞ്ഞു കരയും, ഒരമ്പിൻപാട് ദൂരത്ത് ഈ കുഞ്ഞിനെ ഇവൾ ഉപേക്ഷിക്കും, മരണം കാണണമെന്ന് ചിന്തിക്കും. പക്ഷെ ഇവളുടെ കണ്ണടഞ്ഞിരിക്കുന്നത് കൊണ്ട് അപ്പുറത്തൊരു ഉറവയുള്ളത് നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ അവളുടെ ഉറവെ കാണിച്ചു കൊടുക്കാൻ അവളുടെ കണ്ണിനെ ഞാൻ തുറന്നു കൊടുക്കും. ആരൊക്കെ മാറ്റി വിടുമ്പോഴും നിന്റെ കണ്ണിനെ തുറക്കാൻ ചില സ്ഥലത്തൂടെ കൊണ്ടുപോകുമ്പോൾ പൈതലെ വേറെ ഒന്നുമല്ല, ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങൾ നിന്റെ കണ്ണാലെ എത്ര പേർക്ക് വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് നിന്റെ കണ്ണാലെ കാണാൻ കഴിയുന്നില്ല, കണ്ണടഞ്ഞിരിക്കുകയാണ്. അടഞ്ഞിരിക്കുന്ന കണ്ണ് തുറക്കണമെങ്കിൽ ഇന്ന് പകൽക്കാലം യേശു കണ്ണ് തുറക്കണം. യേശു നമ്മുടെ കണ്ണ് തുറക്കണം. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കാൻ ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അത് കാണണമെങ്കിൽ, അത് എടുക്കണമെങ്കിൽ, അത് അനുഭവിക്കണമെങ്കിൽ, അതിലൂടെ നടക്കണമെങ്കിൽ, ആ ദൈവത്തിന് പ്രസാദമുള്ളത് എന്നിലൂടെ നിങ്ങളിലൂടെ വരണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ കണ്ണുകളെ തുറക്കണം. ജീസസ്, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നമ്മുടെ കണ്ണെന്ത് ചെയ്യണം? തുറക്കണം. നമ്മുടെ കണ്ണെന്ത് ചെയ്യണം? തുറക്കണം. സ്തോത്രം. ഈ ഹാഗറിന്റെ കണ്ണടഞ്ഞിരുന്ന ആര് കണ്ടു? എൻ്റെ ദൈവം കണ്ടു. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുകയാണ് 18-ാം വാക്യം. സ്തോത്രം വായിക്കുമ്പോൾ അതിൻ്റെ 17 മുതൽ വായിക്കുമ്പോൾ അതിനകത്ത് സ്തോത്രം വായിച്ചേ, 17 മുതൽ വായിച്ചേ. ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗറിനെ വിളിച്ചു അവളോട്, ഹാഗാറേ നിനക്ക്
എന്ത്? അടുത്ത വരി. നീ ഭയപ്പെടേണ്ട. നീ എന്ത് ചെയ്യണ്ട? ലോകം നിന്റെ പേരിനെ, എഴുതി വെച്ച പേരിനെ വലിച്ചു കീറി ആട്ടയ്ക്കുമ്പോൾ സ്വർഗം നിന്റെ പേര് വിളിക്കും. നിനക്കത്രക്ക് മനസ്സിലാകുന്നുണ്ട്? ആൾക്കാർ നിന്നെ വിളിക്കുമെന്ന് കരുതിയവർ, എന്നെ വിളിക്കുമ്പോൾ എൻ്റെ പേരിപ്പോൾ വിളിക്കും, എൻ്റെ പേരിപ്പോൾ വിളിക്കും, എന്നെ വിളിക്കും, എന്നെ സ്നേഹത്തോടെ നോക്കും, എന്നെ കരുതും, എന്നെ അണയ്ക്കും, എന്നെ ചേർത്ത് പിടിക്കും എന്ന് വിചാരിച്ചവർ നിന്റെ പേര് പോലും വിളിക്കാതെ നിന്നെ പുറത്താക്കുമ്പോൾ മരുഭൂമിയിൽ കൊണ്ട് നിർത്തി നിന്റെ പേര് വിളിക്കുന്നൊരു ദൈവം, ആ ശബ്ദം കേൾപ്പിക്കുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം. പേര് വിളിപ്പിക്കുന്ന ഒരു ദൈവം. എൻ്റെ നിങ്ങളുടെ പേര് ആരൊക്കെ വിളിക്കാതെ തള്ളി പുറത്താക്കുമ്പോഴും ദൂരെ കൊണ്ട് നിർത്തി മരുഭൂമിയുടെ അനുഭവത്തിൽ അപ്പച്ചൻ്റെ ശബ്ദം കേൾക്കണോ പൈതലെ? ഒരു മരുഭൂമി വരണം. അപ്പച്ചൻ്റെ, ഞാൻ പറയാം, നിന്നെ തള്ളിക്കളയുമ്പോൾ നീ വിചാരിക്കും തീർന്നെന്ന് വിചാരിക്കും അല്ലേ? അവിടെയാണ് ശബ്ദം കേൾക്കുന്നത്, അവിടെയാണ് ശബ്ദം കേൾക്കുന്നത്. എവിടെയാണോ ഒറ്റപ്പെടുന്നത് അവിടെയാണ് എന്ത് കേൾക്കുന്നത്? ദൈവത്തിൻ്റെ. എവിടെയാണോ എല്ലാവരും കൈവിടുന്നത് അവിടെയാണ് എന്ത് കേൾക്കുന്നത്? ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്. 2, എവിടെയാണോ എല്ലാവരും മാറ്റിവിടുന്നത് എല്ലാം മരുഭൂമിയാകുന്നു, ഒരിടത്തും ഒരു നന്മയില്ലാതെ എപ്പോൾ എത്തുമോ അപ്പോഴാണ് കണ്ണ്. കണ്ടോ എന്തെല്ലാം നടന്നു നോക്കിയേ? ഒന്ന് ശബ്ദം കേട്ടു, കാത് തുറന്നു ഇല്ലേ? ആരുടെ ശബ്ദം കേട്ടെ? സർവശക്തൻ്റെ ശബ്ദം. 2, കണ്ണ് തുറന്നു. ആരുടെ കണ്ണ് തുറന്നേ? ആരാ തുറന്നത്? ദൈവം. അടഞ്ഞിരുന്നു. ആരെ കാണാനുള്ള കണ്ണ്? ദൈവത്തെ കാണാനുള്ള കണ്ണ്. ദൈവത്തെ കേൾക്കാനുള്ള കാത് അടഞ്ഞിരുന്നു. എന്നാൽ രണ്ടും തുറന്നു. നോക്കിയേ, ഇവിടെ നോക്കിയേ, ഈ സഹോദരിയുടെ കണ്ണടഞ്ഞിരുന്നു, അവളുടെ കാതും അടഞ്ഞിരുന്നു. പക്ഷെ സ്വർഗത്തിൽ ദൈവം വിളിച്ചപ്പോൾ ഹാഗർ വിളി കേട്ടു. തീർന്നില്ല, തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ വായിച്ചേ. ബാലൻ ഇരിക്കുന്നിടത്ത് തന്നെ അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നിടത്ത് നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. തീർന്നെന്ന് പറയുന്നതിനെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ ചില കരത്തെ ഇന്ന് അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. എനിക്ക് എത്ര വർഷം മനസ്സിലായി? പലരും വലിച്ചെറിഞ്ഞ് തീർന്നെന്ന് പറഞ്ഞില്ലേ വിഷയം, അതിനെ കൈപിടിച്ചില്ല മക്കളെ, ഇല്ല ഇത് എഴുന്നേറ്റ് വരും എന്ന് പറയാൻ. ഇതിനകത്ത് ചില മക്കളുടെ മേൽ തീർന്നെന്ന് വിധി എഴുതിയ ചിലതിനെ അവസാനിച്ച് ഇനി മുന്നോട്ടൊരു ജീവിതമില്ല, മുന്നോട്ടൊന്നുമില്ല, എല്ലാം തീർന്നെന്ന് വിധി എഴുതിയതിന് ഇതിനകത്തിരിക്കുന്ന ചില കരങ്ങളെ ശക്തീകരിച്ചിട്ട് കർത്താവ് പറയില്ല, നീ താങ്ങി എഴുന്നേൽപ്പിക്കാൻ ഞാൻ നിന്നെ കണ്ടിരിക്കും. താങ്ങി, വിശ്വാസം നഷ്ടപ്പെട്ട ചിലതിനെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ, ഒറ്റപ്പെട്ട ചിലതിനെ തണുപ്പിക്കാൻ, തളർന്നിരിക്കുന്ന ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ സ്തോത്രം എഴുന്നേൽപ്പിച്ച് നിർത്താൻ. ഇല്ല നിന്നെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ടെന്ന് പറയാൻ. ഇല്ല, പതറല്ലേ, നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് പറയാൻ, വാക്കുകൊണ്ട് താങ്ങാൻ. ഇതിനകത്ത് ചില മക്കളെ ദൈവം അഭിഷേകം ചെയ്യുകയാണ്. വാക്കുകൊണ്ട് താങ്ങാൻ, ശക്തിപ്പെടുത്താൻ, ബലപ്പെടുത്താൻ, ബലഹീനതകളെ മാറ്റാൻ ചില മക്കളെ ദൈവം അഭിഷേകത്താൽ നിറയ്ക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യെശയ്യാവിന്റെ പുസ്തകം 50-ാം അധ്യായം വായിക്കുമ്പോൾ, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 4-ാം വാക്യം, യെശയ്യാവിന്റെ പുസ്തകം 50-ന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന വായിച്ച് യെശയ്യാപ്രവചനത്തിന്റെ പുസ്തകം 50-ാം അധ്യായം 4-ാം വാക്യം. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ. കറക്റ്റ്, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ്. കണ്ടോ, ചിലരെ എൻ്റെ ദൈവം നമ്മളെ ഓരോ സെക്കൻഡും കർത്താവ് യേശുക്രിസ്തു എന്നെ നിങ്ങളും കാണുന്നത് എന്തിനെന്നറിയാമോ? ഒന്ന് സ്തോത്രം, ഞാൻ എൻ്റെ അപ്പനെ അറിയുകയും അപ്പനിൽ നിറഞ്ഞ് ജീവിക്കുകയും, ഒന്ന് ഒരു ഉണർവിൻ്റെ കാറ്റ് എൻ്റെ നിങ്ങളുടെ അടുക്കൽ അടിക്കണം. എന്ത്? ഒരു ഉണർവിൻ്റെ കാറ്റ്. എങ്ങനെ അടിക്കണം? ഒരു ഉണർവിൻ്റെ കാറ്റ് അടിക്കണം. എന്താണ് ഉണർവെന്ന് പറഞ്ഞാൽ? കൈയടിക്കുന്നതാണോ? പാടുന്നതാണോ? പാടുന്നതല്ല, കൈയടിക്കുന്നതല്ല. പിന്നെയോ സ്തോത്രം, പള്ളി വരുന്നത് മാത്രമല്ല. ഉണർവെന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. ജനക്കൂട്ടം കൂടുന്നതാണോ? ഒരുപാട് കീബോർഡും ഇൻസ്ട്രുമെൻസും വെച്ച് പാടി ആരാധിച്ച് 10,000 ലക്ഷങ്ങൾ ഒരുമിച്ച് ഒരു ഗ്രൗണ്ടിൽ കൂടുന്നതാണോ ഉണർവെന്ന് പറഞ്ഞല്ല? ഉണർവെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിനകത്ത് പാപത്തെ വിട്ടുതിരിഞ്ഞൊരു മാറ്റമാണ് ഉണർവ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത സകലമാന പാപത്തെ ഞാൻ തിരിച്ചറിഞ്ഞ് അത് വിട്ട് തിരിയുന്നതാണ് എനിക്ക് ഒരു ഉണർവ് വന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം. ഹല്ലേലൂയ. വേറെ ഒന്നുമല്ല ഉണർവിൻ്റെ അർത്ഥം. ഉണർവ്, ഒരു ഉണർവിൻ്റെ കാറ്റടിക്കണമേ എന്ന് പറഞ്ഞാൽ അർത്ഥം, ഒരു ഉണർവുണ്ടായി എന്ന് പറഞ്ഞാൽ അർത്ഥം പാപബോധമുള്ളവരായി ജനം മാറുന്നതാണ് ഉണർവെന്ന് പറഞ്ഞാൽ. എൻ്റെ ജീവിതത്തിനകത്തിരിക്കുന്ന പാപത്തെക്കുറിച്ച് തിരിച്ചറിവ് എനിക്ക് വന്നില്ലെങ്കിൽ അതൊരു ഉണർവ് വന്നില്ല. ഞാൻ പറയും, ഒന്ന് എനിക്ക് ഉണർവ് വരണം, ഞാൻ ആരാണെന്നും എൻ്റെ ദൈവം എന്തിനെന്നെ ആക്കിയെന്നും എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും ഇപ്പോൾ ഞാൻ ഏതെല്ലാം പാപത്തിലൂടെ പോകുന്നതെന്നും അതിൽ നിന്ന് തിരിച്ചു വരുന്നതാണ് ഉണർവ്. അവിടെ പൊട്ടിക്കരഞ്ഞ് ഹൃദയം തകർന്ന് തിരിച്ചു വന്ന് ദൈവമേ ഞാൻ പാവിയാണെന്ന് ഏറ്റുപറഞ്ഞ് പാപത്തെ ഉപേക്ഷിക്കുമ്പോഴുണ്ടാകുന്നൊരു സന്തോഷമാണ് ഉണർവിൻ്റെ അനുഗ്രഹം. ഹല്ലേലൂയ. തീർന്നില്ല. ഉണർവ് പ്രാപിച്ച പൈതൽ ഓരോ ദിവസവും ആരും ഉപദേശിക്കണ്ട എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഞാൻ ആരാണെന്ന് എനിക്കറിയാം, നിങ്ങൾ ആരാണെന്നറിയാം. ആത്മാവ് ഉപദേശിക്കും. ആത്മാവ് പറയും, മോളെ നിനക്ക് ഇന്ന ഭാഗത്ത് പോകാൻ പാടില്ല, ഇന്ന
കാര്യം ചെയ്യാൻ പാടില്ല. നിൻ്റെ ജീവിതം എങ്ങനെ ആയിരിക്കണം, നിൻ്റെ സംസാരം എങ്ങനെ ആയിരിക്കണം. നിന്നെ ശപിക്കുന്നവരെ നീ അനുഗ്രഹിക്കണം, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് നീ പ്രാർത്ഥിക്കണം. നിന്നെ ശപിക്കുമ്പോൾ നീ അനുഗ്രഹിക്കണം, അവരെ അനുഗ്രഹിക്കുന്നവരായി മാറണം. സ്തോത്രം, ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിനകത്തൊരു മാറ്റം വരണം. നീ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ, ആരാധനയ്ക്ക് നിൽക്കുമ്പോൾ നമ്മൾ മൗനമായി ചിലപ്പോൾ നിൽക്കൂലേ. പക്ഷേ അവിടെയൊക്കെ ആത്മാവ് ഉണ്ടെങ്കിൽ പറയും മൗനമായി എന്ത് ചെയ്യില്ലേ, നിൽക്കരുത്. നീ സ്തുതി, നീ വായികളെ തുറന്ന് കർത്താവിനെ സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? ആരാധനയ്ക്ക് ഇരിക്കുമ്പോഴായിരുന്നാലും ആരാധനയ്ക്ക് നിൽക്കുമ്പോഴായിരുന്നാലും കർത്താവിനെ സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? ദൈവത്തിന് സ്തോത്രം, പറ്റത്തില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ നോക്കി കഴിഞ്ഞ ദിവസം കൺവെൻഷന് ഞാൻ ഈ രഞ്ജിത്ത് ക്യാമറ പിടിക്കുകയായിരുന്നു, പകർത്തുകയായിരുന്നു. ഞാൻ നോക്കി, സ്തോത്രം. ഒരു ദിവസത്തെ കൺവെൻഷനിൽ ഞാൻ പറഞ്ഞു മൊത്തം ഒന്ന് പിടിക്കാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പിടിച്ചു. ഹല്ലേലൂയ. ഞാൻ അവസാനം ഞാനാണ് എഡിറ്റ് ചെയ്തപ്പോൾ ഞാനിങ്ങനെ നോക്കി ഈ പിടിച്ചവരിൽ ഞാൻ നോക്കിയപ്പോൾ സ്തോത്രം, യേശുവിനെ യഥാർത്ഥമായി രുചിച്ചറിയാത്തവരെല്ലാം കണ്ണടച്ച് കൈ പൊക്കി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. രുചിച്ചറിഞ്ഞ് എല്ലാം അറിയാമെന്നുള്ളവർ ഇങ്ങനെ ഇരിക്കുക. ആറ്റെ കുറ്റപ്പെടുത്തുന്നല്ല, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തുന്നെന്ന് വിചാരിക്കില്ലേ. എനിക്ക് ചില കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ അനങ്ങിയ ഞാൻ ഇങ്ങനെ നോക്കി, ദൈവമേ കയ്യും ഇങ്ങനെയാ എന്നൊക്കെ ഞാനങ്ങ് ചിന്തിച്ചു. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ആ കർത്താവിന് രുചിച്ചറിഞ്ഞ ഒരാൾ ഒരിക്കലും സ്തുതിക്കാതിരിക്കാൻ പറ്റില്ല. രുചിച്ചറിയാതെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സ്തോത്രം, തള്ളിയതിനു വേണ്ടി ഉന്തിയതിനു വേണ്ടി വീഴും, അത്രയേ ഉള്ളൂ. അതിലപ്പുറമൊന്നുമില്ല. രുചിച്ചറിയുന്ന പൈതൽ അങ്ങനെയല്ല. എവിടെ പോയാലും യേശുവായിട്ട് ജീസസ്. പ്രാണപ്രിയൻ തൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേ അത്. കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേ അത്. നന്ദി യേശുവേ, നന്ദി യേശുവേ, അങ്ങ് ചെയ്ത നന്മകൾ കോരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, അങ്ങ് ചെയ്ത നന്മകൾ കോരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ വേലത്താലല്ല, നിന്റെ ദയയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ വേലത്താലല്ല, നിന്റെ ദയയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ കൃപയാ, ദൈവ കൃപയാ, നിർത്തിയിടും ദയയാ ദയയാ, നിത്യദയയാ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ഹല്ലേലൂയ. 24 മണിക്കൂർ യേശുവിനെ രുചിച്ചറിയുന്ന ഒരു പൈതലിന് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. അവരടങ്ങിയിരിക്കത്തില്ല. അവരെവിടെ നിന്നാലും എവിടെ ഇരുന്നാലും അവരെ ഹൃദയത്തിൻ്റെ അകത്തരങ്ങളിൽ സ്തോത്രം, ആ കർത്താവിൻ്റെ കൃപയിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. അവരോട് പറയണ്ട കൈയടിക്കുക, അവരോട് പറയണ്ട പാട്, അവരോട് പറയണ്ട ഈ പാപം തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കണ്ട. കണ്ടോ, ആ ഉണർവ് പ്രാപിച്ചൊരു പൈതലിനെ ആരാധിക്കാൻ പഠിപ്പിക്കേണ്ട, ആ ഉണർവ് പ്രാപിച്ച പൈതലിനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേണ്ട, ആ ഉണർവ് പ്രാപിച്ച പൈതലിനെ സ്തോത്രം ഹല്ലേലൂയ നീ കൈയടി സ്തോത്രം പറയുന്നത് പറയണ്ട. ആ ഉണർവ് പ്രാപിച്ച പൈതലിനോട് പറയണ്ട നീ ചെയ്യുന്ന തെറ്റാണെന്ന് പറയണ്ട. കാരണം ആ ഉണർവ് പ്രാപിച്ച വ്യക്തിക്ക് അറിയാം, ഞാൻ ഓരോ ദിവസവും യേശുവിനോട് കൂടെ നടക്കുകയാണ്, ആ കൃപയിൽ നിറയുകയാണ്. പാപത്തെ ജയിച്ച് ഓരോ ദിവസവും ക്രിസ്തു യേശുവിൻ്റെ നിറവിനോളം നിറഞ്ഞു വരുവാൻ, ക്രിസ്തു എന്ന തലയോളം വളരാൻ ഞാൻ ഓരോ ദിവസവും ഓരോ നിമിഷവും കർത്താവിലായി നിറയണമെന്ന് ആ ദൈവം ഇതെല്ലാം അറിയാം. എൻ്റെ ദൈവം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്ന അതാണ്. എവിടെ നിൽക്കുമ്പോഴും എവിടെ പോകുമ്പോഴും എവിടെ ഇരിക്കുമ്പോഴും ഞാൻ ആരാണെന്നുള്ള ബോധം. ഞാൻ ആരാണ്? ഞാനൊരു ദൈവമകനാണോ? ഞാനൊരു ദൈവമകളാണോ? എനിക്ക് ദൈവം തന്ന അവസരം, എനിക്ക് ദൈവം തുറന്ന് സ്തുതിക്കാൻ തന്ന അവസരം, പ്രാർത്ഥിക്കാൻ തന്ന അവസരം, പാടാൻ തന്ന അവസരം, ദൈവത്തെ മഹത്വപ്പെടുത്താൻ തന്ന അവസരം, എല്ലാവരോടും കൂടെ കൂട്ടായ്മ ആചരിക്കാൻ തന്ന അവസരം. ഒന്ന്, എൻ്റെ ദൈവത്തോട് കൂട്ടായ്മ ഉണ്ട്. പിന്നെ 2,
സഭയോടുകൂടെ കൂട്ടായ്മയുണ്ട്, കൺവെൻഷനിൽ കൂട്ടായ്മയുണ്ട്, ഭവന ആരാധനയിൽ കൂട്ടായ്മയുണ്ട്, ആമേൻ, ഒറ്റ വീടുകളിൽ കുടുംബമായിട്ടൊരു കൂട്ടായ്മയുണ്ട്. ഇതെല്ലാം നടക്കുമ്പോൾ എൻ്റെ ദൈവം നമുക്ക് ഒരുക്കി തരുന്ന അവസരങ്ങൾ ഒന്നും പാഴാക്കല്ല്. ആരാധിച്ചോളണം, ജയം പ്രാപിച്ചോളണം, കൃപ പ്രാപിച്ചോളണം, ശക്തിക്ക് മീതെ ശക്തി പ്രാപിച്ചു പോകണം, തളർന്നു പോകരുത്. ഹല്ലേലൂയ. ഞാൻ പറയാം, ഹാഗറിന് ഇപ്പുറത്ത് ഒരു പ്രശ്നമുണ്ടായപ്പോൾ മരുഭൂമിയിൽ സംസാരിക്കാൻ ദൈവം ഇറങ്ങി. ഹല്ലേലൂയ. കാതുകളിൽ അവൾ ശബ്ദം കേട്ടു, ഹാഗറേ ഹാഗറേ. തീർന്നില്ല, ആ ശബ്ദം മാത്രമല്ല കേട്ടത്, പിന്നെ തൊട്ടടുത്ത് വരുമ്പോൾ താങ്ങി എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് യെശയ്യാ 50:4 പറയുന്നത്, വാക്കുകൊണ്ട് താങ്ങാൻ. കണ്ടോ, ഇന്ന് ഇതിനകത്ത് ചില മക്കളെ, തളർന്നിരിക്കുന്ന ചില വ്യക്തികളെ കൈപൊക്കി എഴുന്നേൽപ്പിച്ചു. മക്കളെ എഴുന്നേറ്റ് വാ, ഒന്നുമില്ല, നിന്നെക്കുറിച്ച് ദോഷമായിട്ടൊന്നും ചെയ്യുന്നവനല്ല ദൈവം. ഓ ഹല്ലേലൂയ. എത്രർക്ക് ഉറപ്പുണ്ട്, ദോഷമായിട്ടൊന്നും നമ്മളെക്കുറിച്ച് ആര് ചെയ്യൂല, എല്ലാം നന്മയ്ക്കാണ്. ആരേറ്റു പറയും? ആരൊക്കെ സ്തോത്രം പറയും? കർത്താവേ, ഇന്നെന്നെ ഇവിടെ കൂടെ വിടുന്നത് നന്മയ്ക്കാണ്. ആര് പറയും? പറഞ്ഞേ, വാ തുറന്ന് പറഞ്ഞേ, കർത്താവേ, ഇന്നെന്നെ ഇങ്ങനെ മരുഭൂമി കൊണ്ടിരുത്തി നന്മയ്ക്ക് വേണ്ടി, അപ്പച്ചനെ കാണാൻ, അപ്പൻ്റെ ശബ്ദം കേൾക്കാൻ, അപ്പനെ അനുഭവിച്ചറിയാൻ. ഓ സ്തോത്രം. എന്നെ ഇവിടെ കൊണ്ടിരുത്തിയാലേ, എനിക്ക് ഇതിലെ കൂടെ എന്നെ വിട്ടാലേ ഈ മരുഭൂമി എന്തെന്നറിയാൻ പറ്റൂ, അവിടുത്തെ വേദന എന്തെന്നറിയാൻ പറ്റൂ. അങ്ങനെ ഒരു വേദന എൻ്റെ ജീവിതത്തിനകത്ത് വരുമ്പോൾ ഞാൻ തകർന്നു പോകുകയില്ല. പിന്നെ ആ തകർന്നു പോകാതിരിക്കാൻ, ഓ സ്തോത്രം, തൊട്ടപ്പുറത്ത് ശത്രു പല പദ്ധതികൾ ഒരുക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് രാജാവ് ദൂതന്മാരും ഇരുന്ന് ഒരു പദ്ധതി തയ്യാറാക്കുകയാണ്. എനിക്ക് നിങ്ങൾക്ക് എതിരെ വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. തൊട്ടപ്പുറത്ത് ശത്രു നിനക്ക് കെണി ഒരുക്കുമ്പോൾ ഇപ്പുറത്ത് എൻ്റെ ദൈവം നമുക്ക് വേണ്ടി. ഓ ആമേൻ ആമേൻ ആമേൻ. ഇന്നീ കാണുന്ന പ്രശ്നം തീർന്നില്ല, ഇന്നീ കാണുന്ന പ്രതികൂലം കണ്ട് പേടിക്കല്ല്, ഇന്നീ കാണുന്ന ഭാരം കണ്ട് നീ പേടിക്കല്ല്. ഇന്ന് കഷ്ടതയായിരിക്കുക, ഇന്ന് ദുഃഖമായിരിക്കുക, ഇന്ന് ഞെരുക്കമായിരിക്കുക, ഇന്ന് തകർന്നിരിക്കായിരിക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, പേടിക്കല്ലേ. ഓ ജീസസ്, ദൈവത്തിന് പകത്ത് പേടിക്കരുത്. എൻ്റെ ദൈവം പറഞ്ഞു, ഹാഗറേ, ആ കുഞ്ഞിനെ താങ്ങി എഴുന്നേൽപ്പിക്കുക. യെശയ്യാ 50:4 പറയുന്നു, വാക്കുകൊണ്ട് താങ്ങേണ്ടതിന്. അടുത്ത വരി, താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. എന്തിനാണ് എന്ത് തന്നത്? ശിഷ്യന്മാരുടെ നാവ്. എന്തിന്? വാക്കുകൊണ്ട് നാക്ക് തന്നിരിക്കുന്നത്. എന്തിനാ? വാക്കുകൊണ്ട് മോശം വാക്ക് പറയാനല്ല, വാക്കുകൊണ്ട് വാള് ഇട്ട് കൊടുക്കാനല്ല, അങ്ങനെ തന്നെ വരുമെന്ന് പറയാനല്ല. പിന്നെയോ പിന്നെ എന്തിന്? വാക്കുകൊണ്ട് താങ്ങാൻ. ഓ, കരം പിടിച്ച് പൊക്കി എഴുന്നേൽപ്പിക്കാൻ, താങ്ങി നിവർത്താൻ. തളർന്ന് ആർക്കാണ് താങ്ങൽ ആവശ്യം? താങ്ങി എഴുന്നേൽപ്പിക്കേണ്ടത് ആർക്കാണ്? തളർന്ന് കിടക്കുന്നവരല്ലേ, കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കണം അല്ലേ. ആത്മീയത്തിലാകാം, ഏത് നിലവാരത്തിലുമാകാം, അവരെ എഴുന്നേൽപ്പിക്കാൻ ഇതിനകത്ത് ചില കൈകളെ ദൈവം അഭിഷേകം ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? എൻ്റെ അപ്പൻ താങ്ങി എഴുന്നേൽപ്പിക്കുന്നതിന് പകരം ഇതിനകത്തിരുന്ന് ചില കരങ്ങൾ ചെന്ന് താങ്ങി, സാരമില്ലെന്ന് പറയാൻ. ഓ സാരമില്ലെന്ന് പറയാൻ, സാരമില്ല മക്കളെ ഈ വേദന എന്ന് പറയാൻ. ഓ സാരമില്ല, എഴുന്നേറ്റോ, ഇതൊന്നുമില്ല. നിങ്ങൾ പറയുമ്പോൾ തന്നെ അടുത്തൊരാളുടെ വേദന എന്ത് ചെയ്യും? അഴിഞ്ഞു മാറും. ധൈര്യത്തോടെ പറ. ഏതൊക്കെ പ്രതികൂലത്തിനകത്തൂടെ പോകുമ്പോഴും ഇതിനകത്തൂടെ ഒന്നും ഞാൻ ദൈവം അറിയാതല്ല എന്നെ കടത്തിവിടുന്നത്. എല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടി. പറഞ്ഞ്, എല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടി. ദൈവത്തിന് ഇതിനകത്ത് ഒരു ഉദ്ദേശമുണ്ട്. ദൈവമേ നന്ദി, ഇതിനകത്തൂടെ ആണോ വിടുന്നത്? ഓക്കെ, നന്ദി അപ്പ. ഹാഗർ അതിലെ കൂടെ പോയപ്പോൾ ആദ്യം ചിന്തിച്ചു കാണോ അല്ലേ ഹാഗർ? പക്ഷേ ഇല്ല, നന്മയ്ക്ക് വേണ്ടിയായിരുന്നു അവൾ അവിടെ കൂടെ പോകുമ്പോൾ. സ്തോത്രം. കർത്താവ് പറഞ്ഞു, വിളിച്ചു, വേർതിരിച്ചു, കൈ താങ്ങി എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൊണ്ട് താങ്ങേണ്ടതിന്. ഒന്നുകൂടെ വായിച്ചാ വരി. വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അടുത്ത്, അവൻ രാവിലെ തോറും ഉണർത്തുന്നു. അടുത്ത്, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു. എന്റെ ചെവി ഉണർത്തുന്നു. അടുത്ത്, യഹോവയായ കർത്താവ് എന്റെ ചെവി തുറന്നു. ഓ യഹോവയായ കർത്താവ് എന്റെ ചെവി തുറന്നു. മരുഭൂമി ചിലപ്പം കൊണ്ടുപോകും, പേടിക്കല്ലേ, ചിലതൊക്കെ തുറന്നു തരും. ദൈവം കേൾപ്പിക്കും, ചിലത് കാണിച്ചു തരും. ചില പ്രശ്നത്തിൻ്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. അവിടെ ഇരുന്ന് ചിന്തിച്ചോ, എന്നെയും നിങ്ങളെയും പൂർണ്ണമായിട്ട് ചിലതെല്ലാം നമുക്ക് ചെയ്യാൻ. പ്രതികൂലം വരുമ്പോൾ ദൈവം കൈവിട്ട് പോകൂല, പ്രശ്നം വരുമ്പോൾ ദൈവം കൈവിട്ട് പോകത്തില്ല, പ്രതിസന്ധി വരുമ്പോൾ ദൈവം കൈവിട്ട് പോകത്തില്ല, കണ്ണുനീര് വരുമ്പോൾ ദൈവം കൈവിട്ട് പോകത്തില്ല. ജനം വിചാരിക്കും, ഓ തീർന്നു, അതോടെ തീർന്നു, ഞാൻ മാറിയപ്പോൾ ആ കുടുംബം തീർന്നു. ഇല്ല, തീരൂല. കാരണം വിളിച്ച ദൈവം ആരാ? വിശ്വസ്തൻ. പറ. ഓ ചിലർ വിചാരിക്കും, ഞാൻ കൈവിട്ടപ്പോൾ ആ കുടുംബം തകർന്നു, ഞാൻ കൈവിട്ടപ്പോൾ അതോടെ അവസാനിച്ചു.
അവസാനിച്ചില്ല, അവസാനിക്കത്തില്ല. കാരണം ദൈവം കൈവിട്ടാലേ അവസാനിക്കൂ. ഹല്ലേലൂയ. ദൈവം കൈവിടുകയില്ല, ദൈവം കൈവിടുകയില്ല, ദൈവം കൈവിടുകയില്ല, ദൈവം ഉപേക്ഷിക്കുകയില്ല. ദൈവം മാറിപ്പോകുന്ന ദൈവമല്ല, ദൈവം കൂടെ നിൽക്കുന്ന ദൈവമാണ്, ദൈവം അണയ്ക്കുന്ന ദൈവമാണ്, ദൈവം കരുതുന്ന ദൈവമാണ്, ദൈവം താങ്ങുന്ന ദൈവമാണ്, ദൈവം വിടുവിക്കുന്ന ദൈവമാണ്, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കർത്താവാണ്, അതിശയങ്ങളെ പ്രവർത്തിക്കുന്ന കർത്താവാണ്. മരുഭൂമിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴും, സ്തോത്രം, പ്രശ്നത്തിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴും, കണ്ണുനീരിന് നടുവിലിരിക്കുമ്പോഴും, ഞരക്കത്തിന് നടുവിലിരിക്കുമ്പോഴും, അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് കൊണ്ടിരുത്തുമ്പം അവിടെയൊക്കെ ചിലർ വിചാരിക്കും ഇതോടെ തീർന്നു എന്ന് വിചാരിക്കും. ഇല്ല, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചിന്തിച്ചോ, അവിടുത്തെ ഇറങ്ങി വരും. എവിടെയാണോ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത് അവിടെ ആര് വരും? എൻ്റെ അപ്പൻ ഇറങ്ങി വന്നിരിക്കും. ഹാഗർ ഒറ്റപ്പെട്ടെടുത്ത് ആരിറങ്ങി? ദൈവം ഇറങ്ങി. എല്ലാ വഴിയും അടഞ്ഞെടുത്ത് ആരിറങ്ങി? ദൈവം ഇറങ്ങി. എല്ലാ താങ്ങും മാറിയപ്പോൾ, എല്ലാ ആശ്വാസവും നഷ്ടപ്പെട്ടപ്പോൾ, എല്ലാ സമാധാനവും നഷ്ടപ്പെട്ടപ്പോൾ, എല്ലാ സ്വസ്ഥതയും നഷ്ടപ്പെട്ടപ്പോൾ, ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും താളപ്പുഴ വന്നപ്പോൾ, സ്വത്രം എല്ലാവരും വഴി അടച്ചു. പക്ഷേ ദൈവം വഴി അടച്ചില്ല. പിന്നെ ദൈവം അവിടെ ഇറങ്ങി. ഇതിനകത്ത് ഞാൻ പറയട്ടെ, മനുഷ്യൻ ചിന്തിക്കും ഇതോടെ ഒരാൾ മാറിയെന്ന് പറഞ്ഞൊന്നും നമ്മളെ ദൈവം കൈവിടുമോ? ഒരാൾ മാറ്റി വിടുന്നതിന് കൈവിടുമോ? ഇനി ഒരാളല്ല, എല്ലാവരും മാറ്റി വിടുന്നതിന് കൈവിടുമോ? ഇല്ല, ദൈവം കൈവിടൂല, ഉപേക്ഷിക്കുകയില്ല. ആരൊക്കെ കൈവിട്ടാലും നിങ്ങൾ കുറിച്ച് വെച്ചോ, കൈവിടപ്പെട്ട് ഒറ്റപ്പെട്ട് നാമ തകരല്ലേ, അവിടെ സന്തോഷത്തോടെ പറയണം, ഇവിടെ എൻ്റെ ദൈവം ഇപ്പം വരും, എൻ്റെ ദൈവം ഇപ്പം വരും, എൻ്റെ ദൈവം ഇപ്പം വരും, എന്നെ താങ്ങും, എന്നെ ബലപ്പെടുത്തും. ഇപ്പം എൻ്റെ ദൈവം വരും. ഈ കണ്ണതിൻ്റെ അകത്ത്, ഈ വേദനയ്ക്കകത്ത്, ഈ ഭാഗത്തിനകത്ത്, ഈ ഒറ്റപ്പെടിനകത്ത്, ഈ ഞരക്കത്തിനകത്ത്, ഈ നീറുന്ന വിഷയത്തിനകത്ത്, ആമേ, ഞാൻ തകർന്നു പോകുന്നതിൻ്റെ അകത്ത്, ഞാൻ വീണ് പോകുന്നതിൻ്റെ അകത്ത്, ആത്മീകമായി മുന്നോട്ട് പോകാൻ കഴിയാതെ, കർത്താവ് പ്രാർത്ഥിക്കാൻ കഴിയാതെ, വചനം വായിക്കാൻ കഴിയാതെ, പാപത്തെ ജയിക്കാൻ കഴിയാതെ, ഞാൻ രണ്ട് കാല് വിട്ടടിച്ച് യേശുവേ ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ഞാൻ ഞരങ്ങുമ്പോഴും, എൻ്റെ കണ്ണുനീര് കണ്ട്, എൻ്റെ ഹൃദയത്തിൻ്റെ വേദന കണ്ട്, എൻ്റെ അവസ്ഥകൾ കണ്ട്, എല്ലാവരും തൻ്റെ പുസ്തകങ്ങൾ അടച്ചു വയ്ക്കുമ്പോൾ, മാറ്റിവിടുമ്പോൾ, പേര് പോലും പറയാൻ ഉച്ചരിക്കാൻ ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവം എൻ്റെ അടുത്ത് ഇറങ്ങി വരും. ഹല്ലേലൂയ. എല്ലാവരും മാറിപ്പോകുമ്പോൾ സ്തോത്രം പറ. എല്ലാവരും അകന്ന് മാറുമ്പോൾ എന്ത് പറയണം? കൂടെ നിൽക്കുമ്പോഴല്ല, അകന്ന് മാറുമ്പോൾ എന്ത് പറയണം? സ്തോത്രം പറ. എന്തിന്? കർത്താവേ, ആരെല്ലാം എന്നെ അകറ്റി നിർത്തിയാലും ചങ്കോടു ചേർക്കുന്നൊരേശുണ്ട്, എന്നെ ചങ്കോടു ചേർക്കുന്നൊരേശുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. ആരൊക്കെ മാറ്റിവിട്ടാലും, ആരൊക്കെ കൂടെ നിന്നവർ മാറിയാലും, ഞാൻ പറയാം, കർത്താവ് നിന്നെ വിളിച്ചിട്ടുണ്ട്. ശുശ്രൂഷയ്ക്കാണോ വിളിച്ചേ? കർത്താവിനെ വെളിപ്പെടുത്താനാണോ വിളിച്ചേ? കർത്താവിന് വേണ്ടി പാടാനാണോ വിളിച്ചേ? കർത്താവിന് വേണ്ടി പ്രസംഗിക്കാനാണോ വിളിച്ചേ? വാക്കുകൊണ്ട് താങ്ങാനാണോ വിളിച്ചേ? അതോ നീ വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥിക്കാനാണോ വിളിച്ചേ? പക്ഷെ ആരെല്ലാം നിന്നെ കൈവിട്ടാലും ഞാൻ പറയാം, ഈ ദൈവം നിന്നെ ഏൽപ്പിച്ചത് ചെയ്യിക്കുവാൻ ഈ ദൈവം ഇറങ്ങി വരികയും ചെയ്യും, ശക്തീകരിക്കുകയും ചെയ്യും, ബലപ്പെടുത്തുകയും ചെയ്യും. അതത് സമയത്ത് ചെയ്യേണ്ടത് ഈ ദൈവം ചെയ്യുകയും ചെയ്യും. ഹല്ലേലൂയ. ആരൊക്കെ മാറ്റി വിട്ടോട്ടെ. നോക്കിയേ, ഇവിടെ എന്താ സംഭവിച്ചത്? അടുത്ത വാക്യം വായിച്ചേ. ഹാഗാരേ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. നീ എന്ത് ചെയ്യണ്ട? ഒന്ന്, അവളുടെ ഭയം മാറ്റി. ഭയപ്പെടേണ്ട. അടുത്ത്, ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. നീ ചെന്ന് എവിടെ ചെല്ലാൻ പറഞ്ഞു? ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഒന്ന്, അവളുടെ ഭയം മാറ്റി. രണ്ട്, ഇന്ന് ഇതിനകത്ത് ആരെല്ലാം ഭയത്തോടെ ഇരിക്കുന്നുവോ, പേടിയോടെ, വിറയലോടെ, യോ എന്താകും ഒരു ഭയം, ഒരു പേടി, എന്താകും സ്വസ്ഥതയില്ല. രാത്രി കിടന്ന സ്വസ്ഥതയില്ല, പകൽ കിടന്ന സ്വസ്ഥതയില്ല, ഭയം. പക്ഷേ ഈ ഭയം പിശാചിൻ്റെ ഒരു കെണിയാണ്. പക്ഷേ ഇതിനെ പൊട്ടിക്കാൻ യേശുക്രിസ്തു വന്നു. ഈ ഭയം മാറണം. പറ, ധൈര്യത്തോടെ പറ, ഈ ഭയം മാറണം. ധൈര്യത്തോടെ പറ, ഇല്ല, ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. ഭീരുത്വത്തിൻ്റെ ആത്മാവിനല്ല ദൈവം തന്നത്. ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ കർത്താവ് എനിക്കുണ്ട്. പറ, ധൈര്യത്തോടെ പറ, ഭയപ്പെടേണ്ട കാര്യമില്ല. ആരൊക്കെ മാറ്റിവിടുമ്പോൾ, അയ്യോ ആ സ്തോത്രം ഒറ്റയ്ക്ക് ആയിപ്പോയല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും? അയ്യോ, ഞങ്ങളെ താങ്ങാനോ ബലപ്പെടുത്താനോ കൂടെ സഹായിക്കാനോ കരുതാനോ ആരുമില്ലല്ലോ എന്ന് പറയുമ്പോഴും ഞാൻ പറയാം, സ്തോത്രം, നമ്മളെ കൈവിടാത്ത ഒരു ദൈവം
ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആ ഹാഗറിൻ്റെ അടുത്തിറങ്ങി എൻ്റെ ദൈവത്തെ നിങ്ങൾ കാണുന്നുണ്ടോ? ആ ദൈവം ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. എന്തിനു വേണ്ടി? ഓ, തളർന്നിരിക്കുന്ന എന്നെ, ഭയപ്പെട്ടിരിക്കുന്ന എൻ്റെ ഭയം മാറ്റാൻ തീർന്നില്ല. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ തകർന്നു കിടക്കുന്ന വിഷയത്തെ എൻ്റെ കൈകൊണ്ട് തന്നെ പൊക്കി എഴുന്നേൽപ്പിക്കാൻ. ഓ, നിങ്ങളല്ലേ പറയുന്നത്? നമ്മൾ അനേകർ പറയാറില്ലേ ഇനി ആ വിഷയത്തിന് പരിഹാരമില്ല. നിങ്ങൾ പറയാറില്ലേ ഇനി അതിനൊരു മറുപടി കിട്ടാൻ പോകുന്നില്ല, ഇനി ഒരു നന്മയില്ല, ഇനി ഒരു അനുഗ്രഹമില്ല, ഇനി അതെങ്ങനെ രക്ഷിക്കപ്പെടും, ഇനി എങ്ങനെ മാനസാന്തരപ്പെടും, ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, അയ്യോ എനിക്കിനി ഇത് ജയിക്കാൻ പറ്റത്തില്ല, അയ്യോ ഞാൻ വീണ് പോയി എന്ന് വീട് കിടക്കുന്നില്ല വിഷയം. ആ വിഷയത്തിൻ്റെ അപ്പച്ചൻ പറയും, മക്കളെ നിന്റെ കൈ കൊണ്ട് തന്നെ താങ്ങി. ഓ, ചതഞ്ഞ ഓടിക്കാത്ത ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത ദൈവം, അമ്മ ആശ്വസിപ്പിക്കുമ്പോൾ ആശ്വസിപ്പിക്കുന്ന ദൈവം, ഏത് ഭാരത്തിന് നടുവിലും ഇറങ്ങി വന്ന് രക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പക്ഷെ പലപ്പോഴും പലർക്കും അത് അറിഞ്ഞുകൂടാ. തിരുവചനത്തെക്കുറിച്ചും ദൈവശക്തിയെക്കുറിച്ചും തിരിച്ചറിയാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? തെറ്റിപ്പോകുന്നു. വചനത്തെ അറിയത്തില്ല, അനേകർക്ക് അറിയത്തില്ല. നമ്മൾ യേശുവിനെ കണ്ടുമുട്ടി യേശുവിലാകുമ്പോൾ നമുക്ക് ചുറ്റും എന്ത് വരും? വേലി വരും. പിശാചിന് കടക്കാൻ പറ്റുമോ? ഒരു വേലി വരും. പിന്നെ തീ മതിൽ വരും. നമുക്ക് ചുറ്റും വേലി വരും, നമ്മുടെ കുടുംബത്തിന് ചുറ്റും വേലി വരും, നമ്മളെ വീട്ടിനകത്തുള്ള അംഗങ്ങൾക്ക് ചുറ്റും വേലി വരും, നമ്മളെ ഭവനത്തിന് ചുറ്റും വേലി വരും. കണ്ടോ? ഇതിനകത്ത് കർത്താവായ യേശുവിൻ്റെ കരത്തിനകത്താണ് ആരിയിരിക്കുന്നത്? നമ്മളിരിക്കുന്നത്. പക്ഷേ ഇന്നും അനേകർക്ക് ഈ ഒരു വിശ്വാസമോ ഉറപ്പോ ഇന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഭയപ്പെടുന്നു, പേടിക്കുന്നു, ഭയപ്പെടുന്നു. എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിനകത്ത് ഒന്നുമില്ല. ഇത് കണ്ണ് അടഞ്ഞിരിക്കുക. അനേകരുടെ കണ്ണ് ഈ വചന വെളിപ്പാടില്ലാതെ അടഞ്ഞിരിക്കുകയാണ്. അനേകരുടെ കണ്ണ് അവന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓ, കർത്താവ് പിന്നെ എപ്പോഴാണ് കയറുന്നത്? അവൻ എപ്പോഴാണ് കയറുന്നത്? നമ്മൾ പാപം ചെയ്യുമ്പോൾ, ക്രിസ്തുവിലുള്ള ഫലം നമ്മളിൽ വരാതിരിക്കുമ്പോൾ ഈ വേലിയെല്ലാം എന്ത് ചെയ്യും? പൊളിയും. ഈ വേലിയൊക്കെ പൊളിയുന്ന എപ്പോഴാണ്? കർത്താവ് വേലി ഇട്ടിട്ടുണ്ട്, പക്ഷേ വേലി പൊളിയുന്ന എപ്പോഴാണ്? പാവം എൻ്റെ ഈ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ വേലി പൊളിയും. എവിടെ കിടക്കുന്നു? യെശയ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്തുണ്ട്. മാത്രമല്ല വേറെ ഒരുപാട് ഭാഗത്തുണ്ട്. ആ ഒരു ഭാഗം മാത്രം വായിക്കാം. ഇയ്യോബിന് ചുറ്റും വേലി ഉണ്ടായിരുന്നു. പിശാച് വന്ന് തള്ളി നോക്കി, വേലിക്കകത്ത് കയറാൻ പറ്റിയില്ല. കാരണം ഇയ്യോബ് നിഷ്കളങ്കന്, നേരുള്ളവന്, ദോഷം വിട്ട് അകന്നവന്, ദൈവഭക്തനും ആയ മനുഷ്യനായിരുന്നു. ആ മനുഷ്യന് ചുറ്റും വേലി ഉണ്ടായിരുന്നു. പിശാചിന് കടക്കാൻ പറ്റിയില്ല. നല്ല രീതിയിൽ തള്ളി നോക്കിയിട്ട് ദൈവത്തോട് ചെന്ന് പറഞ്ഞു, നീ വേലി ഇട്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല. നീ പറഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റൂ? കടക്കാൻ പറ്റൂ. വേലി പൊളിയണമെങ്കിൽ ദൈവം പറയണം. കണ്ടോ? വേലി പൊളിയണമെങ്കിൽ ആര് പറയണം? ദൈവം പറയണം. ഇനി വേലി പൊളിയണമെങ്കിൽ ഞാൻ പാപം ചെയ്താൽ വേലി പെട്ടെന്ന് പൊളിഞ്ഞങ്ങ് മാറും. ഇല്ലെങ്കിലോ? വേലി പൊളിയാതിരുന്നാലോ? ഞാൻ പാപം ചെയ്യാതിരുന്നാലോ എന്തെങ്കിലും നടക്കുമോ? ഒരു അന്ധകാര ശക്തിക്ക് വരാൻ പറ്റുമോ? ഇല്ല. ഈ ഒരു വെളിപ്പാട് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ വീണ്ടും ഹൃദയം പൊട്ടി തകർന്ന് ഇതാണ് അപ്പുറത്താണ് ഇങ്ങനെ വായിച്ചു പോയി. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ട് പാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരം പണിതു. നടുവിൽ എന്ത് പണിതു? ഒരു ഗോപുരം പണിതു. അടുത്ത ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നതെല്ലാം കർത്താവിന് ഇതെല്ലാം ചെയ്ത് കാത്തിരുന്ന എന്തിനാ? മുന്തിരിങ്ങ കായ്ക്കാൻ വേണ്ടിയാ. അടുത്ത് കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ. കായ്ച്ചതോ എന്തോന്നാണ്? വേലി കെട്ടി, തീ മതിൽ വന്നു, കല്ല് പെറുക്കി മാറ്റി, അശുദ്ധിയെല്ലാം ചാരമാക്കി, തിളങ്ങുന്ന മുത്താക്കി, ഒരു പിശാചും അകത്ത് കടക്കാതെ ദൈവം ചെയ്യേണ്ട എല്ലാം ചെയ്തു. നല്ല മുന്തിരി വള്ളി നട്ടു. ആ യേശു എൻ്റെ അകത്തും വന്നു. ആ ജീവിതത്തിനകത്തൊരു മാറ്റം തരാൻ ഓ കർത്താവ് സ്തോത്രം നമ്മളെ വിളിച്ചു വേർതിരിച്ചു എല്ലാം ചെയ്തു. തൊട്ടടുത്ത വാക്യം വായിച്ചേ. ആകയാൽ യെരൂശലേം നിവാസികളും യഹൂദ പുരുഷന്മാരുമായുള്ളവരെ, എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിന് മധ്യേ വിധിപ്പിൻ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. അല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യാനുണ്ട്? അടുത്ത് മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നു. ഈ കോപമൊക്കെ മാറും, ഈ പ്രശ്നമൊക്കെ മാറും, ഈ പ്രതിസന്ധിയൊക്കെ മാറും, ഈ സ്വഭാവം എല്ലാം മാറും, ക്രിസ്തുവിന്റെ സ്വഭാവമായി മാറുമെന്ന് ഞാൻ കാത്തിരുന്നാറേ. കാട്ടുമുന്തിരിങ്ങ കാഴ്ച എന്തോന്ന്? ആകയാൽ വരുവിൻ. കാട്ടുമുന്തിരിങ്ങ കാഴ്ച എന്തോന്ന്? ഒരു നല്ല മുന്തിരിങ്ങയും ഇല്ല. മുന്തിരിങ്ങ വന്നു, കാട്ടുമുന്തിരിങ്ങ. അതിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ ഫലമല്ല. സ്വഭാവത്തിനകത്ത് ഒരു മാറ്റവും ഇല്ല. കർത്താവ് കാത്തിരുന്നു. ഇപ്പോൾ സ്വഭാവമൊക്കെ മാറി കർത്താവിനെ പോലെ ആകും എന്നാര് കാത്തിരുന്നു? പക്ഷേ വന്നത് സ്വഭാവമൊക്കെ വന്നു, പിശാചിൻ്റെ സ്വഭാവം വന്നു. അപ്പൊ എന്ത് ചെയ്തു? അടുത്ത വരി. ആകയാൽ വരുവിൻ. ആകയാൽ വാ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? അടുത്ത് ഞാൻ അതിന്റെ വേലി പൊളിച്ചു കളയും. എന്ത് ചെയ്യും? ഇട്ട വേലി ഇട്ടതാരാ? ദൈവം. പൊളിക്കുന്നാരാ? ഇട്ടതാരാ?
പൊളിക്കുന്ന ആരാ? നമ്മളെന്തെന്ന് പറയും? നമ്മളെന്തെല്ലാം പറയാൻ പറ്റും എല്ലാം പൊളിയാൻ കാരണം എന്താ? നമ്മൾ എന്തുകൊണ്ട്? വളവിടാത്തതുകൊണ്ടാണോ? വചനം കിട്ടാത്തതുകൊണ്ടാണോ? സത്യ ഉപദേശം കിട്ടാത്തതുകൊണ്ടാണോ? അല്ല. നമ്മളെ പള്ളിയിൽ വചനം ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല. പക്ഷെ എന്ത് വരുന്നില്ല? ഫലം. ഏത് ഫലം? ക്രിസ്തുവിൻ്റെ ഫലം വരുന്നില്ല. വരുന്നുണ്ട്. വാ തുറന്നാൽ നല്ല ഫലം തന്നെ വരുന്നുണ്ട്. നടപ്പിൽ നല്ല ഫലം തന്നെ ഫലം വരുന്നുണ്ട്. നോട്ടത്തിൽ ഫലം വരുന്നുണ്ട്. എന്നാൽ കാട്ടുമുന്തിരിങ്ങയുടെ ഫലമാണ്, ഒരു മനുഷ്യർക്ക് ഒരു ഗുണമില്ലാത്ത ഫലമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? വ്യാലിനെ പൊളിക്കും. അടുത്ത് അത് തിന്നുപോകും. അതെന്ത് ചെയ്യും? അതിനകത്ത് വന്ന നന്മയെല്ലാം തിന്നുപോകും. അടുത്ത വരി, ഞാനതിൻ്റെ മതിൽ ഇടിച്ചു കളയും. ഞാനതിൻ്റെ ഇപ്പം വേലി പോയി, മതിൽ പോയി. അടുത്ത് അത് ചവിട്ടി മെതിച്ചു പോകും. ഉണ്ടോ? അതിനകത്ത് ആര് കയറി ചവിട്ടും? പുറത്താക്കിയ ദുഷ്ടനിപ്പം അകത്ത് കയറി ചവിട്ടി തകർത്ത് നാമാവശേഷമാക്കും. അടുത്ത വരി, ഞാൻ അതിനെ ശൂന്യമാക്കും. ഞാൻ അതിനെന്ത് ചെയ്യും? ഒന്നുമില്ലാതാക്കും. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാ? അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഫലം കായ്ക്കാത്തതുകൊണ്ടാണ്, വചനം കിട്ടാത്തതുകൊണ്ടൊന്നും അല്ല. വെള്ളം ഒഴിച്ചിട്ടുണ്ട്, വളമുണ്ട്, എല്ലാം ഉണ്ട്. ഇതാണ് പറഞ്ഞത്. തിരുവെഴുത്തുകളെ തിരിച്ചറിയാതെ വരുമ്പോൾ ചെല്ലു പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. പിശാച് എവിടെ നിൽക്കുന്നു നോക്കുക, തള്ളിയിടുക. പിശാച് എവിടെ നിൽക്കുന്നു കണ്ടുപിടിച്ച് അവനെ വെട്ടി തള്ളിയിട്ട എല്ലാം ശരിയാവുന്നു. എൻ്റെ പൊന്നെ, എൻ്റെ ജീവിതത്തിനകത്ത് കാക്കേണ്ടത് കായ്ക്കാതെ പിശാചിനെ വെട്ടാൻ പോയാൽ വല്ലതും നടക്കുമോ? വല്ലതും നടക്കുമോ? വെട്ടാൻ പോയാൽ നടക്കുമല്ലോ. ഒന്ന് എന്നിലൂടെ എന്ത് കായ്ക്കണം? കണ്ട് വെട്ടണമെന്നാണ് പറയുന്നത്. കണ്ട് വെട്ടിക്കളഞ്ഞാൽ എല്ലാം ശരിയാവുന്നു. ഇവിടെ കായ്ച്ചത് എന്തോന്നാ? കാട്ടുമുന്തിരിങ്ങ. കണ്ട് വെട്ടാൻ നടക്കേ. ഇപ്പം ഒരു കൂട്ടം പേർക്ക് തിരുവചനം ഇവിടെ കണ്ട് വെട്ടാൻ നടക്കേ. എവിടെ ചെന്ന് നിൽക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കണ്ട് വെട്ടാന്നാണ് പറയുന്നത്. ദൈവത്തിനാണോ ശക്തി, പിശാചിനാണോ ശക്തി? നിങ്ങൾ പറ. ആണോ? അല്ലല്ലോ. പിന്നെ എന്തിനാണ് അവനെ പേടിക്കുന്നത് നമ്മൾ? ഹല്ലേലൂയ. നമ്മളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ ഈ കർത്താവിൽ ജീവിക്കുന്ന ഒരു പൈതലിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയിൽ. ഉറപ്പാണോ? ഇല്ലേ? പക്ഷെ വേലിയുണ്ട്, മതിലുണ്ട്, പിന്നെ ഒറ്റ എണ്ണത്തിനോട് തൊട്ടു പോകരുത്, ചവിട്ടരുതെന്ന് പറഞ്ഞ് കൽപ്പന കൊടുത്തിട്ടുണ്ട് ദൈവം. എൻ്റെ പിള്ള പാർക്കുന്ന വീടാണ്, ഇതിന് വേലിയുണ്ട്, ഇതിന് മതിലുണ്ട്, നീ തൊട്ടു പോകരുത്, അവൻ്റെ ഒന്നിലും തൊടലെന്ന് കർത്താവ് കൽപ്പന കൊടുത്തിരിക്കുന്നു. എന്നാൽ പാപം ചെയ്തപ്പോൾ, കാട്ടുമുന്തിരിങ്ങ വന്നപ്പോൾ ചവിട്ടാൻ വിട്ടുകൊടുത്തു. ആര് വിട്ടുകൊടുത്തു ചവിട്ടാൻ? നിങ്ങൾ പറ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ സിസ്റ്ററെ, നമ്മൾ അകത്തിറങ്ങട്ടെ. ഞാൻ അതിന്റെ മതിൽ ഇടിച്ചു കളയും. എന്ത് ചെയ്തു? ആദ്യം മതിൽ വെച്ചിരുന്നു, അതിനെ ഇടിച്ച് കളയും. അടുത്ത ആര്? ദൈവം. അത് ചവിട്ടി മെതിച്ചു പോകും. 2, ആദ്യമേ അതിനകത്തോട്ട് കയറാതെ ഒരു മതിലുണ്ടായിരുന്നു. ഭയങ്കര മതിലായിരുന്നു. കർത്താവ് ഇടുന്ന മതിൽ എന്തോന്നാ? അതുപോലെ മനുഷ്യൻ്റെ സിമന്റ് ചാന്ത് വെച്ച മതിലാണോ? കർത്താവ് ഇട്ട മതിലെന്ന് നോക്കിയ കടലിന് അതിരിട്ടിരിക്കുക. ഇങ്ങോട്ട് വരുന്നുണ്ടോ? നെയ്യാറ്റിങ്ങനെ പോയിട്ട് വരുന്നു. പൂവാറിൽ കിടക്കുന്ന കടൽ പറയുന്നുണ്ടോ? എന്താ പറയാത്ത കാര്യം? അതിരിട്ടതാര്? ദൈവം. സൂര്യൻ പറയുകയാണ് അടോണായി ചർച്ചിനകത്തൊന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇറങ്ങി വരാൻ പറ്റുമോ? ചന്ദ്രൻ പറയുകയാണ് ഇതിനകത്ത് 10 ആളുണ്ടെങ്കിൽ അത്രയും വരെ നോക്കിയിട്ട് വരാൻ പറ്റുമോ? എന്താ വരാൻ പറ്റത്ത്? ദൈവം അവിടെ നിന്നോ എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വർഷം കൊണ്ട് അതിരിട്ട് നിർത്തിയിരിക്കുന്ന ദൈവം എൻ്റെ നിനക്കുമെതിരെ വരുന്നോ? അന്ധകാര ശക്തി ഞങ്ങളെ വീട്ടിനകത്തോട് വരാതിരിക്കാൻ ആര് മതിൽ വെച്ചിരിക്കുന്നു? ദൈവം. ആ മതിലിനെ ആർക്കെങ്കിലും തൊടാൻ പറ്റുമോ? ഇല്ല. അത് പൊളിക്കണമെങ്കിൽ ആര് തന്നെ പൊളിക്കണം? വെച്ചവൻ പൊളിക്കണം. വെച്ചവൻ പൊളിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സങ്കടം വരണം. വെച്ചവന് സങ്കടം വന്നാൽ പൊളിക്കൂലേ? എത്ര വേദന വന്നപ്പോഴായിരിക്കും പൊളിച്ചെന്ന് നോക്കിയേ. ഒന്നുകൂടെ വായിച്ചേ. ഞാനതിന്റെ മതിൽ ഇടിച്ചു കളയും. അത് ചവിട്ടി മെതിച്ചു പോകും. നോക്കിയേ. അപ്പോൾ 1 മതിൽ വെച്ചിരുന്നു, 2 അവിടെ ഒരു കൽപ്പന ഉണ്ടായിരുന്നു, ചവിട്ടിപ്പോരുത്, തൊട്ടു പോകരുത്. അപ്പോൾ പറഞ്ഞു അടുത്ത് തിരിച്ചതിനെടുത്തു. ദൈവം തന്നെ പറയുന്നു ചവിട്ടി മെതിച്ച് പോകും. അടുത്ത് ഞാനതിനെ ശൂന്യമാക്കും. നോക്ക്, ഇവിടെ എന്ത് നന്മ ഉണ്ടെങ്കിലും നിനക്ക് തൊടാൻ അധികാരമില്ലെന്ന് ആര് കൽപ്പന കൊടുത്തു? ഇപ്പോൾ പറയുന്നു ഇനി ഒന്നുമില്ലാതെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? നിരത്തി തകർക്കാൻ പോകുന്നു. മനസ്സിലായി? 3 കാര്യം. അടുത്ത് അത് വള്ളിത്തല മുറിക്കാതെയും. അതെങ്ങനെ ഇരിക്കും? ഒരു നന്മയും വരില്ല. വള്ളിത്തല മുറിക്കാൻ. ചിലതിനൊക്കെ വള്ളിത്തല പണ്ടിവിടെ കൊടി ഉണ്ടായിരുന്നപ്പോൾ മുകളിൽ കയറിയതിൻ്റെ ഇതൊക്കെ മുറിച്ച് കളയും. അടുത്ത് കിളിർത്ത് വരാൻ വള്ളിത്തല മുറിച്ചാലേ അടുത്ത് ഫലം. ഇവിടെ പറയുന്നു വള്ളിത്തല എന്ത് ചെയ്യത്തില്ല? മുറിക്കത്തില്ല. അടുത്ത്
കിളയ്ക്കാതെയും എന്ന് പറഞ്ഞാൽ ഒരു നന്മയും വരത്തില്ല, കിളക്കേയില്ല. കിളച്ചാലല്ലേ അതിനകത്ത് സ്തോത്രം ചിലതൊക്കെ നിൽക്കൂ. കിളച്ചു കൊടുക്കേണ്ട സമയം എന്ത് ചെയ്യണം? കിളയ്ക്കണം. ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞാൽ പാറ പോലെ കിടക്കുമെന്ന് അർത്ഥം. എത്ര വചനം കേട്ടാലും അകത്തോട്ട് ഇറങ്ങൂല, പാറ. അടുത്ത് കിളയ്ക്കാതെയും ഇരിക്കും, പറക്കാരെയും മുള്ളും മുളയ്ക്കും. നോയിക്കേ, എന്ത് മുളയ്ക്കും? അപ്പം നമ്മൾ പറയും ഇതെല്ലാം വന്ന കാരണം ഒറ്റ കാരണമാണ്. എന്ത്? കാട്ടുമുന്തിരിങ്ങ കായ്ച്ചു. നമ്മൾ പറയും ആ പിശാച് ഇന്ന സ്ഥലത്ത് നിൽക്കുകയാണ്, അവനെ വെട്ടിയല്ലാതെ ഇതിന് ഒരു നന്മ. അവൻ്റെ പിറകെ പോകും, വല്ലടവും കിടക്കുന്നവൻ്റെ പിറകെ. സംഭവം എന്തോന്നാ? നിങ്ങൾക്ക് മനസ്സിലായി? സംഭവം കാര്യം എന്തോന്നാ? ഇതിനെല്ലാം കാര്യം നമ്മൾ തന്നെയാണ് കുഴപ്പക്കാര്യം. പക്ഷെ നമ്മൾ പറയുന്നില്ല, അപ്പുറത്ത് ഇന്നതാണ്, അപ്പുറത്ത് ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, അവിടെ കൂടെ മന്ത്രവാദം ചെയ്തു വെച്ചുകൊണ്ടാണ് വന്നത്, അവിടെ ഇപ്പുറത്ത് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി പകലും അവനെ കണ്ടുപിടിച്ച് അവനെ വെട്ടാൻ വാളും കൊണ്ട് നടക്കുക. താനേ വീണു. നിങ്ങൾക്ക് മനസ്സിലായോ? ഇയാൾ വീണിട്ടാണ് എന്തുകൊണ്ട് പോകുന്നത്? സംഭവം ദൈവമാണ് വേലി പൊളിച്ചത്. ചവിട്ടാൻ വിട്ടുകൊടുത്ത ആര്? ശൂന്യമാക്കിയത് ആര്? ഇയാൾ പറയുന്നതൊന്നും സാത്താൻ എല്ലാം കൂടെ നമ്മളെ പണി വെച്ചു. അതാണ് വചനത്തെക്കുറിച്ച് തിരിച്ചറിവില്ലെങ്കിൽ ജനം തെറ്റിപ്പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അടുത്ത വരി ഇവിടെ സിസ്റ്റർ വായിച്ചേ. അതിൽ മഴ പെയ്യരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. എന്തോന്ന് പെയ്യില്ലെന്ന്? മഴ എന്ന് വെച്ചാൽ എന്ത് ചെയ്താലും ഒരു നന്മയും കാണൂല. മേഘങ്ങളോട് കൽപ്പിക്കും. അടുത്ത് സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം. സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം. ഇസ്രായേൽ ഗ്രഹവും അവന്റെ മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരുമാകുന്നു. അടുത്ത വരി അവൻ ന്യായത്തിനായി കാത്തിരുന്നു. എന്നാൽ ഇതാ അന്യായം നീതിക്കായി നോക്കിയിരുന്നു. ദൈവം നോക്കിയിരുന്നു. അടുത്ത് എന്നാൽ ഇതാ ഭീതി. അടുത്ത് നമ്മൾ മാത്രം ദേശമധ്യേ പാർക്കത്തക്കവണ്ണം മറ്റാർക്കും സ്ഥലമില്ലാതാകുവോളം വീടോട് വീട് ചേർക്കും. മതി. ദൈവത്തിന് സ്വത്രം. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ സഹോദരങ്ങളെ, നമ്മളിലൂടെ കർത്താവിൻ്റെ ഫലം വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ തെറ്റിപ്പോയാലേ ആര് കടക്കൂ? ശത്രു കടക്കൂ. എന്നെയും നിങ്ങളെയും കർത്താവ് ബലപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടി? താങ്ങാൻ. സ്തോത്രം. ഒറ്റപ്പെടുമ്പോൾ പേടിക്കല്ലേ, ഒറ്റപ്പെടുമ്പോൾ പതറല്ലേ. അവിടെ ഒന്നും പിശാചെടുക്കുന്നല്ല, ചിലതൊക്കെ ഒന്നും പിശാചെടുക്കുന്നല്ല. അവിടെയൊക്കെ സ്തോത്രം പറഞ്ഞിട്ട് പറയണം, കർത്താവേ ഇതിനകത്തൂടെ പോകാനാണ് ദൈവം എന്നെ കണ്ടതെങ്കിൽ ഇവിടെ ജയിച്ച് പുറത്തു വരാൻ തക്കതായൊരു ശക്തി എനിക്ക് തരണം. ഇവിടെ ഇരുന്നാണ് അങ്ങയുടെ ശബ്ദം കേൾക്കാൻ എന്നെ വിട്ടിട്ടുള്ളതെങ്കിൽ അതേ കർത്താവേ അങ്ങയുടെ ശബ്ദം കേൾക്കാൻ ഇതാ ഞാൻ എന്നെ സമർപ്പിക്കുന്നപ്പാ. അങ്ങയുടെ ശബ്ദമായി മാറാൻ എൻ്റെ വായ ഇതാ സമർപ്പിക്കുന്നു. എൻ്റെ കൈകാലുകൾ, എൻ്റെ ഹൃദയത്തെ വേദനയുടെ ആഴങ്ങളിലകത്തായിരിക്കും ഇരിക്കുന്നത്, മരുഭൂമിയിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ അവിടെ ഈ ഹാഗറിൻ്റെ കയ്യിനെ താങ്ങിയൊരു ദൈവമുണ്ട്. ഹാഗറിൻ്റെ ഭയം മാറ്റിയൊരു ദൈവമുണ്ട്. അടുത്ത വാക്യം വായിച്ചേ, ഹാഗറിൻ്റെ കാര്യം അടുത്ത വാക്യം വായിച്ചേ, ഉൽപ്പത്തി പുസ്തകം. അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. അടുത്ത വരി നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു. എന്ത് ചെയ്യണം? ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചോളൂ. അടുത്ത വരി ഇമ്പോർട്ടന്റ്. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. അടുത്ത വരി വലിയൊരു ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. മനുഷ്യൻ തള്ളിക്കളഞ്ഞാലും ദൈവം തള്ളുകയില്ല. അടുത്ത വരി ദൈവം അവളുടെ കണ്ണ് തുറന്നു. നോക്കിയേ, ഇതാണ് വരി. ദൈവം അവളുടെ കണ്ണ്. എവിടെ പോകണം? കണ്ണ് തുറക്കണമെങ്കിൽ ഒറ്റപ്പെടൽ വരണം. ചിലരുടെ കണ്ണ് തുറക്കണമെങ്കിൽ ചില സ്ഥലത്ത് പോകണം. സത്യമാണ്. അവിടെ ചെല്ലുമ്പോൾ കണ്ണ് തുറക്കും. എന്തെന്നറിയാമോ? തൊട്ടപ്പുറത്ത് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന നന്മകളെ കാണണമെങ്കിൽ, ദൈവത്തിൻ്റെ കരം കാണണമെങ്കിൽ, ദൈവം അവിടെ ഇറങ്ങിയത് കാണണമെങ്കിൽ, ദൈവമാണ് മുൻപിൽ നിന്നത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ചില സന്ദർഭങ്ങളിൽ ദൈവം ചിലയിടത്ത് കൊണ്ടുപോകും. സംഖ്യ പുസ്തകം വായിക്കുമ്പോൾ 22-ാം അധ്യായം 31 മുതൽ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. 22-ാം അധ്യായം 25 മുതൽ വായിച്ചപ്പോൾ മനസ്സിലാവും. സംഖ്യ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം മുതൽ വായിച്ചേ. കഴുത യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ മതിലിനരികെ ഒതുങ്ങി. അപ്പൊ ബിലയാം എന്ന് പറഞ്ഞ മനുഷ്യൻ, പ്രവാചകൻ, ദൈവാലോചന തെറ്റിച്ച് ഒരു കഴുതയുടെ പുറത്ത് കയറി പോവുകയാണ്. സ്വത്രം. പോകുന്ന വഴിക്ക് കഴുത എന്ത് കണ്ടു? ദൂതനെ കണ്ടു. കഴുത ദൂതനെ കണ്ടു. ഇസ്രായേൽ മക്കളെ ശപിക്കാൻ പറഞ്ഞു കൊണ്ടുപോവുകയാണ്. സ്വത്രം. ബാലാക്ക്. അപ്പോൾ ബിലയാം കഴുതയുടെ പുറത്ത് പോകുമ്പോൾ ബിലയാമാണ് ആരെ കാണേണ്ടത്? ദൂതനെ കാണേണ്ടത്. പക്ഷെ ബിലയാമിൻ്റെ കണ്ണെന്ത് ചെയ്തു? അടഞ്ഞിരിക്കും. ദൂതനെ കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, മറ്റേ ആൾ പറഞ്ഞെടുത്ത് പോവുക. അങ്ങനെ പോവുകയാണ്. ദൈവാലോചന വിട്ടു തിരിഞ്ഞ് പോവുകയാണ്. പോകുന്ന വഴിക്ക് വായിച്ച്
കഴുത യഹോവയുടെ ദൂതനെ കണ്ടപ്പോ മതിലിനരികെ ഒരു ഒതുങ്ങി. ബിലെയാമിന്റെ കാൽ മതിലിനോട് ചേർത്ത് ഞെക്കി അവൻ അതിനെ വീണ്ടും അടിച്ചു. ഒത്തിരി അടി കൊടുത്തു, കഴുതയ്ക്ക് ഒത്തിരി അടി കൊടുത്തു. അടുത്തവരി പിന്നെ യഹോവയുടെ ദൂതൻ പലപ്പോഴും നമ്മളും പലപ്പോഴും പല വിഷയങ്ങൾ കിടന്ന് അടിക്കുന്ന എന്തിനെന്നറിയാമോ? കണ്ണ് കണ്ടുകൂടാ. ഈ കണ്ണല്ല, അകം കണ്ണ് കണ്ടുകൂടാ. ഈ കഴുത അടിച്ച് എന്തുകൊണ്ടാ ബിലെയാം? ദൂതനെ കാണാൻ പറ്റത്തുണ്ടല്ലേ? നിങ്ങൾ പറ, ഫ്രണ്ടിൽ നിന്ന് ആരെ കണ്ടില്ല? ദൂതനെ കണ്ടില്ല, കഴുത കണ്ടു. പക്ഷേ ഈ പ്രവാചകൻ എന്ത് ചെയ്തില്ല? പ്രവാചകന് കണ്ണ് കാണാൻ പറ്റാത്തതുകൊണ്ട് ആരെ അടിച്ചു? നമ്മളിതുപോലെ തന്നെ ചിലപ്പോൾ കണ്ണ് കാഴ്ചയില്ലാതെ വരുമ്പോൾ പടപട പല വിഷയത്തിലും മാറി ഡ്രം സെറ്റ് അടിക്കും പോലെ അടിക്കും. ഒരു കാര്യവുമില്ല. പടപട അടിച്ച് നാട്ടുകാരും കിടുക്കി, വീട്ടുകാരും കിടുക്കി, കൃപയും നഷ്ടപ്പെട്ട്, അഭിഷേകവും നഷ്ടപ്പെട്ട്, ദൈവിക സമാധാനവും സ്വസ്ഥത എല്ലാം നഷ്ടപ്പെടും. കാരണം കണ്ണടഞ്ഞിരിക്കുകയാണ്. ബിലെയാമിൻ്റെ കണ്ണും അടഞ്ഞുപോയി. എന്നാൽ ബിലെയാമിൻ്റെ കണ്ണടഞ്ഞപ്പോഴും അടയാത്ത ഒരു കഴുത ബിലെയാം ഇരിക്കുകയാണ്. കഴുത ദൂതനെ കാണുകയാണ്. കഴുതയ്ക്ക് പോലും ദൂതനെ കാണാൻ ദൈവം കണ്ണു തുറന്നു കൊടുത്തു. ഇന്ന് ഞാൻ പറയട്ടെ, അങ്ങനെയെങ്കിൽ ചില ഭാഗങ്ങളിൽ കാണാം എവിടെയാണ് എൻ്റെ ജീവിതത്തിലെ കുറവെന്ന് കാണാൻ, എവിടെയാണ് ഞാൻ കീഴടങ്ങേണ്ടത് കാണാൻ, എവിടെയാണ് ഞാൻ വീണുപോയെന്ന് കാണാൻ, എവിടെയാണ് എൻ്റെ ബ്രഹ്മ നഷ്ടപ്പെട്ടെന്ന് കാണാൻ, എവിടെയാണ് എൻ്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടെന്ന് കാണാൻ, എവിടെയാണ് എൻ്റെ പ്രാർത്ഥന നഷ്ടപ്പെട്ടെന്ന് കാണാൻ, എവിടെയാണ് ഞാൻ തെറ്റിപ്പോയെന്ന് കാണാൻ, എവിടെയാണ് എൻ്റെ നന്മ നഷ്ടമായെന്ന് കാണാൻ, അതിനെ തിരിച്ചു പ്രാപിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഓ, കണ്ണ് തുറക്കാത്തടത്തോളം കാലം ആവശ്യമില്ലാത്തതിലേക്ക് ഉപദ്രവിക്കും, ആവശ്യമില്ലാത്തതിൻ്റെയൊക്കെ പുറകെ പോകും. ഓ, നിങ്ങൾ തിരുവെഴുത്തുകളെ കുറിച്ച് അറിയാത്തതുകൊണ്ട്, തിരുവെഴുത്തുകളെ ദൈവശക്തിയെ കുറിച്ച് അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്നു. തെറ്റിപ്പോകാൻ കാരണം വേറെ ഒന്നുമല്ല. തിരുവെഴുത്ത് അറിയത്തില്ല, ദൈവശക്തി അറിയത്തില്ല. ബിലെയാമേ, നീ ഒരു പ്രവാചകനായിരിക്കാമടാ. എന്നാൽ ചില പ്രശ്നം വന്നപ്പോൾ നിന്റെ കണ്ണടഞ്ഞു പോയി. നീ സഞ്ചരിച്ച കഴുതയുടെ കണ്ണ് കാഴ്ചയുണ്ട്, പക്ഷെ നിന്റെ കണ്ണോ കാഴ്ച പോയി. ദൈവം പറയുകയാണ്, ബിലെയാമേ, നിന്റെ കണ്ണ് കാഴ്ച പോയി. ഓ, നിനക്ക് നിന്റെ മുമ്പിൽ നിൽക്കുന്ന ദൂതനെ കാണാൻ നിനക്ക് പറ്റിയില്ല. ഞാൻ നിങ്ങളും പാപം ചെയ്യാൻ പോകുമ്പോൾ ദൂതൻ നിൽക്കും. ഞാൻ നിങ്ങൾ പാപം ചെയ്യുമ്പോൾ ആര് നിൽക്കും? പക്ഷെ കണ്ണ് കണ്ടുകൂടാ. ദൂതനെയൊക്കെ അങ്ങോട്ട് മാറ്റി വിട്ടിട്ട് നമ്മളെന്ത് ചെയ്യും? സിമ്പിളായിട്ട് ചെന്ന് പാപം ചെയ്ത് തിരിച്ച് ദൂതനാ അതങ്ങ് മാറി കിട്ടുന്നു പറയും. ഇത് ബിലെയാമിന് ദൈവം കണ്ടോ? അടുത്ത വരി വായിച്ചേ. പിന്നെ യഹോവയുടെ ദൂതൻ മുൻപോട്ട് ചെന്ന് ഇടത്തോട്ടും വലത്തോട്ടും മാറുവാൻ കണ്ണ് കാഴ്ചയില്ല എന്നാൽ പാപം ചെയ്താലും പാപം ചെയ്തിട്ടും പിശാചിനെ വെട്ടാനാണ് ഓട്ടം. കണ്ണ് കാഴ്ചയില്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? കൃപ ഉണ്ടായിരുന്നു, അഭിഷേകമൊക്കെ ഉണ്ടായിരുന്നു, സത്യമാ. പക്ഷെ കണ്ണ് കാഴ്ച ചില സമയത്ത് പോകുമ്പം അവരിലുള്ള കുറവ് തിരിച്ചറിയാതെ അവരെവിടെ പോകും? കണ്ടുവെട്ടാൻ പോകും. അവിടെയാണ് അപകടം വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അവിടെയാണ് വീണു പോകുന്നത്. അടുത്ത വരി വായിച്ചേ. പിന്നെ യഹോവയുടെ ദൂതൻ മുൻപോട്ട് ചെന്ന് ഇടത്തോട്ടും വലത്തോട്ടും മാറുവാൻ വഴിയില്ലാത്ത ഒരു ഇടുക്കിടയിൽ നിന്നു. കണ്ടോ? ഇടത്തോട്ടും വലത്തോട്ടും മാറുവാൻ കഴിയില്ലാത്ത ഒരു ഇടുക്കിടയിൽ ആര് നിന്നു? ദൂതൻ. അടുത്ത വരി. യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ കഴുത ബിലെയാമിന്റെ കീഴെ കിടന്നു കളഞ്ഞു. കഴുത എന്ത് ചെയ്തു? അടിച്ചു കൊല്ലൂന്നറിയാം. ദൂതന്റെ മുൻപിൽ അങ്ങ് കീഴെ കിടന്നു. അടുത്ത വരി. ബിലെയാമിന്റെ കോപം ജ്വലിച്ചു. ദൈവ പൈതലാണ്, കോപം ജ്വലിച്ചു. അടുത്ത വരി. അവൻ കഴുതയെ വടി കൊണ്ടടിച്ചു. പറ കൊടുക്കാൻ തുടങ്ങി. അടുത്ത വരി. അപ്പോൾ യഹോവ കഴുതയുടെ വായി തുറന്നു. ആദ്യം കണ്ണ് തുറന്നിരുന്നു, ഇപ്പൊ എന്തും തുറന്നു. ദൂതനെ കാണാമല്ലോ കണ്ണ് ആദ്യം. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? കഴുത അടിച്ചപ്പോൾ കഴുതയുടെ വായി തുറന്നു. കഴുത സംസാരിക്കുമോ? ഇല്ല. പക്ഷെ ഇവിടുത്തെ കഴുത സംസാരിച്ചു. ഇവിടുത്തെ കഴുത എന്ത് ചെയ്തു? സംസാരിച്ചു. അടി കിട്ടിയപ്പോൾ കണ്ണ് തുറന്നു, കണ്ടു. പിന്നെ കാത് തുറന്നു, കേട്ടു. പിന്നെ വാ തുറന്ന് സംസാരിച്ചു. കണ്ടോ? വായിച്ചേ അടുത്ത വരി. അത് ബിലെയാമിനോട് നീ എന്നെ ഈ 3 പ്രാവശ്യം അടിപ്പാൻ ഞാൻ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. നീ എന്നെ എത്ര പ്രാവശ്യം അടിച്ചു? 3 പ്രാവശ്യം നീ എന്നെ അടിച്ചു. അടിക്കാൻ ഞാൻ എന്ത് ചെയ്തു? നീ എന്നെ അടിച്ചല്ലോ. കഴുത പറയുകയാണ്. കഴുത ആരോട് പറയുകയാണ്? ബിലെയാമിനോട്. കഴുത പറയുകയാണ്, നീ എന്നെ 3 പ്രാവശ്യം അടിച്ചു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? നമ്മളിതുപോലെ തന്നെ പ്രശ്നം വരുമ്പോൾ എങ്ങോട്ടെന്ന് അറിഞ്ഞൂടെ കിട്ടിയവനെ, കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ അടി കൊള്ളുന്ന ചെണ്ടയും പണം വാങ്ങുന്നത്. അടി കൊള്ളുന്ന ആരാ? മുഴുവൻ അടിയും ചെണ്ട വാങ്ങിപ്പിടിക്കും. ചെണ്ട അഥവാ കീറിപ്പോയാൽ അത് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് വീണ്ടും കൊണ്ടിട്ട് എന്ത് ചെയ്യും? അടിക്കും. പൈസ വാങ്ങുന്നവർ കഴുത പറയുകയാണ്, നീ ഇത്രയും കാലം കൊണ്ട് ഞാൻ നിന്നെ ചുമന്നുകൊണ്ട് പോകുന്നു. നീ 3 വട്ടം ഇത്രയും അടിച്ചിട്ട് ഞാൻ കണ്ടോ? ഒന്നുകൂടെ വായിച്ചേ. നീ എന്നെ ഈ 3
പ്രാവശ്യം അടിപ്പാൻ ഞാൻ നിന്നോട് എന്ത് ചെയ്തു എന്ന് നമ്മളിതുപോലെയാണ് പലതും വിഷയം അറിയാതെ അടിച്ചു കളയും. വിഷയം അറിയാതെ അടിച്ചു കളയും. അടുത്ത വരി, ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകണം. വിഷയം അറിയാതെ അടിച്ചു കളയും. അടുത്ത്, ബിലെയാം കഴുതയോട് നീ എന്നെ കളിയാക്കിയത് കൊണ്ടത്രേ. നീ എന്നെ അടികിട്ടി എന്തിനാ? എന്തോന്ന് കളിയാക്കി? ഓടി ഫ്രണ്ടിലോട്ട് പോകേണ്ടതിന് പകരം വീണു, അതാണ് കളിയാക്കിയത്. ഫ്രണ്ടിലോട്ട് പോകേണ്ട കഴുത പോകാൻ പറ്റാതെ, കഴുത പോകാത്ത കാരണം ദൂതൻ നിൽക്കുന്നു. ദൂതനെ കാണാൻ ബിലെയാമിന് കണ്ണുമില്ല. സ്വത്രം പാവപ്പെട്ട കഴുതയ്ക്ക് പോകാനും. കഴുത എന്ത് ചെയ്തു? അതാ പറഞ്ഞ്, അനേകർക്ക് കാഴ്ചയുണ്ട്, പക്ഷേ ചിലർക്കൊന്നും എന്തില്ല, എല്ലാം പൊട്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കുക കാഴ്ചയില്ലാതെ. സ്വത്രം വായിച്ച അടുത്ത വരി. നോക്കിയേ, ബിലെയാം പറയുകയാണ്, ചാടി എൻ്റെ കയ്യിലുണ്ടല്ലോ ഒരു വാളുണ്ടായിരുന്നെങ്കിൽ. കണ്ടിട്ടുണ്ട് അങ്ങനെ ചിലർ പറയുന്നത്. ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ, പണ്ടത്തെ എൻ്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇപ്പോഴും 5-6 ദിവസം കൊണ്ട് അല്ലല്ലോ പറയുന്നതേ ഉള്ളൂ. പണ്ടത്തെ ആൾ നീ കണ്ടിട്ടുണ്ടോ? വേട്ടൊന്ന് തുണ്ടൻ രണ്ടാണ്. നീ അങ്ങോട്ടൊന്ന് തുടങ്ങി. കണ്ടോ അടുത്ത വരി. ഞാൻ നിന്നെ കൊന്നുകളയുമായിരുന്നു എന്ന് പറഞ്ഞു. അടുത്ത വരി, കഴുത ബിലെയാമിനോട് ഞാൻ നിന്റെ കഴുതയല്ലയോ? ഇക്കാലമൊക്കെയും എന്റെ പുറത്തല്ലയോ? എന്തോന്ന് ശാന്തത നോക്കിയേ. സംസാരിക്കാത്ത കഴുത സംസാരിക്കുന്നുണ്ടോ? ഓ, ഈ കാലം അത്രയും എന്റെ പുറത്തല്ലയോ നീ കയറി നടന്നത്? നീ എന്റെ പുറത്തല്ലേ കയറി നടന്നത്? അടുത്ത വരി, ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ നിന്നോട് കാണിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ വന്ന് വീണിട്ടുണ്ടോ? നിന്നെ വിടാതാക്കിയിട്ടുണ്ടോ? ഇല്ല. കാരണം അതുവരെയും ദൂതൻ നിന്നില്ല. അർത്ഥം എന്താ? അതുവരെയും ദൈവാലോചന പ്രകാരമാണ് ആര് പോയേ? ബിലെയാം പോയത്. പക്ഷെ ഇവിടെ ആലോചന വിട്ടപ്പോൾ ദൂതൻ പോലും ഇറങ്ങി നിന്നു. അടുത്ത വരി, ഇല്ല എന്ന് അവൻ പറഞ്ഞു. ഉടനെ പറഞ്ഞു, അതൊക്കെ അറിയാം, ഇല്ല എന്ന് പറഞ്ഞു. അടുത്ത്, അപ്പോൾ യഹോവ ബിലെയാമിന്റെ കണ്ണ് തുറന്നു. അപ്പോൾ യഹോവ അവിടെ ഹാഗറിന്റെ കണ്ണ് തുറന്നപ്പോഴാണ് എന്ത് കണ്ടത്? അപ്പുറത്ത് ഉറവ, നീരുറവ. കണ്ടത് എങ്ങനെയാ കുഞ്ഞിനെ കുടിപ്പിക്കാൻ? കണ്ണ് തുറന്നു. അപ്പോൾ ഉറവ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവക്ക് കാണാനുള്ള കണ്ണ്, നിന്റെ വിഷയത്തിൻ്റെ അപ്പുറത്ത് ദൈവത്തിൻ്റെ കരമുണ്ട്. കാണാൻ കണ്ണടഞ്ഞിരിക്കുന്നിടത്തോളം കാലം ഈ ബിലെയാം കഴുത അടിച്ചതുപോലെ അടിക്കും. കണ്ടോ, കഴുത അടിച്ചതുപോലെ അടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ കണ്ണ് തുറന്നിരുന്നാൽ അപ്പുറത്തിരിക്കുന്ന ആ കരം നീട്ടി നിൽക്കുന്ന യേശുവിൻ്റെ കരം കണ്ടാൽ, ഓ, എന്നെ കേൾക്കുന്ന പൈതലെ പതറിപ്പോകത്തില്ല, തളർന്നു പോകത്തില്ല, വീണു പോകത്തില്ല. സ്വത്രം, ബിലെയാമിന്റെ കണ്ണുകളെ ദൈവം തുറന്നു. അടുത്ത വരി, യഹോവയുടെ ദൂതൻ വാളൂരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. എങ്ങനെ നിൽക്കുകയാണ്? കണ്ടോ, കഴുത വീഴാൻ കാരണം എന്താ? വാളൂരി പിടിച്ചിരിക്കുന്ന ദൂതനെ കണ്ടാ പിന്നെ എങ്ങനെ നിൽക്കും? എങ്ങനെ കൊണ്ടുപോകും? നിന്നില്ല, വീണു. വീഴാൻ കാരണം വാൾ ഊരിപ്പിടിച്ച് നിൽക്കുകയാണ്. അടുത്ത വരി, കണ്ണു തുറന്നപ്പോൾ എന്ത് കണ്ടു? ഒന്നുകൂടെ വായിച്ചേ. യഹോവ ബിലെയാമിന്റെ കണ്ണ് തുറന്നു. യഹോവയുടെ ദൂതൻ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. കണ്ടെന്ത് ചെയ്തു? സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യഹോവയുടെ ദൂതൻ അവനോട് നീ 3 പ്രാവശ്യം നീ കഴുതയെ. ദൂതൻ പറഞ്ഞു. അടുത്ത് ആദ്യം ആരാ പറഞ്ഞേ? കഴുത പറഞ്ഞു. ഇപ്പൊ ആര് പറഞ്ഞു? ദൂതൻ പറഞ്ഞു, നീ 3 പ്രാവശ്യം കഴുതയെ അടിച്ചതെന്ത്? ഇതാ ഞാൻ നിനക്ക് പ്രതിയോഗിയായി പുറപ്പെട്ടിരിക്കുന്നു. കേട്ടോ, പ്രതിയോഗിയായി. ഇതുപോലെ മണ്ടത്തരം കാണിക്കുമ്പം ദൈവം തന്നെ ദൂതനെ പ്രതിയോഗിയായിട്ട് എന്ത് ചെയ്യും? അപ്പോഴാണ് നമ്മൾ പറയുന്നത്, ഭൂതത്തെ കണ്ടുവെട്ടാൻ വേണ്ടി, ഭൂതത്തെ എന്ത് ചെയ്യണം? കണ്ടുവെട്ടാൻ വേണ്ടി. കാണാൻ കാഴ്ചയുള്ള. അപ്പോൾ അവർ പിന്നെ പൈസയ്ക്ക് വേണ്ടി കണ്ടില്ലെങ്കിലും കണ്ടെന്നും, കാണാത്തതും കണ്ടെന്നും, കേൾക്കാത്തത് സത്യവചനം അറിയത്തില്ല. വചനം അറിയാമെന്നുണ്ടെങ്കിൽ ആ പൈതൽ ക്രിസ്തുവിൽ നിറയും, ക്രിസ്തുവിൽ ജീവിക്കും. ക്രിസ്തുവിൽ പോകുമ്പോൾ വെട്ടേണ്ടതിന് ദൈവം വെട്ടും, ഉടക്കേണ്ടതിന് ദൈവം ഉടയ്ക്കും, തകർക്കേണ്ടതിന് ദൈവം തകർക്കും. പേടിക്കത്തില്ല, ഭയപ്പെടുകയില്ല. പ്രതിസന്ധി ഇവിടെ നടുവിൽ വേറെ ഒന്നുമല്ല നോക്കുന്നത്. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, യുദ്ധക്കളത്തിനകത്തുണ്ട്, പ്രതികൂലങ്ങൾക്കകത്തുണ്ട്. തൊട്ടപ്പുറത്ത് ഈ കണ്ണുനീര് അവസാനമല്ല, ഇതിൻ്റെ അപ്പുറത്ത് ഒരു ഉറവ എനിക്ക് ദൈവം കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ കണ്ണിനെ തുറന്നാലേ എനിക്ക് കാണാൻ പറ്റൂ. ഇല്ല കർത്താവേ, ഞാൻ പറഞ്ഞു വിടുന്ന വിഷയം, ഓരോ പ്രതിസന്ധി വരുമ്പോൾ തളർന്നു പോകല്ലേ. പ്രതിസന്ധിയിലൂടെ നടന്നു പോകുമ്പോൾ തളരല്ലേ. ചില ഒറ്റപ്പെടൽ വരുമ്പോൾ തളർന്നു പോകല്ലേ. കാരണം തൊട്ടപ്പുറത്ത് ഒരു ഉറവ ഉണ്ട്. അത് കാണാനുള്ള കണ്ണ് തുറന്നു തരാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന അപ്പച്ച, തൊട്ടപ്പുറത്ത് അപ്പൻ്റെ പ്രവൃത്തി എനിക്ക് കാണണം, തൊട്ടപ്പുറത്ത് അപ്പൻ്റെ സാന്നിധ്യം എനിക്ക് അറിയണം, തൊട്ടപ്പുറത്ത് അപ്പൻ്റെ കരത്തെ എനിക്ക് പിടിക്കണം, തൊട്ടപ്പുറത്ത് അപ്പൻ തുറക്കുന്ന വഴി എനിക്ക് കാണണം, തൊട്ടപ്പുറത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നത് അറിയണം. യേശു തൊട്ടപ്പുറത്ത് എൻ്റെ അപ്പനാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ പറയാം, തൊട്ടപ്പുറത്ത് ഒരു വലിയ സൈന്യം ദൈവത്തെ കണ്ടുമുട്ടും. തൊട്ടപ്പുറത്ത് ഒരു വലിയ
സൈന്യം ദൈവത്തെ കണ്ടുവിട്ടു. ഞാൻ പറയും ഇതിൻ്റെയൊക്കെ ഞാനും നിങ്ങളും പ്രശ്നവും പ്രതിസന്ധി വരുമ്പോൾ തളർന്നു പോകാതെ ക്രിസ്തുവിലാണ് നിലനിൽക്കുന്നതെങ്കിൽ ഞാൻ പറയാം, നമ്മൾ വിടുവിക്കപ്പെടാൻ നമ്മുടെ കണ്ണ് മാത്രം തുറക്കുന്ന ദൈവമല്ല, തൊട്ടപ്പുറത്ത് നമ്മളിലൂടെ ഒരു വലിയ കൂട്ടം ജനം യേശുവിനെ കണ്ടുമുട്ടാൻ ഇടയായി തീരും. നീ പേടിക്കല്ല്, പതറിപ്പോകല്ല്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നീ ഈ തീച്ചൂളക്കകത്തൂടെ പോകുമ്പോൾ പൈതൽ നീ ഒറ്റയ്ക്കല്ല. പ്രതിസന്ധിയുടെ നടുവിലൂടെ പോകുന്നത് പൈതൽ നീ ഒറ്റയ്ക്കല്ല. തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആ ഉറവ കാണാൻ, ഓ ഹാലേ, ഇപ്പുറത്ത് ശത്രു പദ്ധതി ഒരുക്കുമ്പോഴും തൊട്ടപ്പുറത്ത് അവൻ്റെ പദ്ധതികളെ തകർക്കാൻ ദൈവം തന്നെ ദൂതന്മാരും, ഓ ചില പദ്ധതികൾ, ഓ ആമേൻ, ഓ ചിലത് സംസാരിക്കുന്നുണ്ട്, ചിലത് സംസാരിക്കുന്നുണ്ട്. നിനക്ക് ഇപ്പുറത്തെ കരയിൽ ചില പ്രതിസന്ധി ഇവിടെ ഹാലേ നൂലാമാലകൾ ഒരുക്കുമ്പോൾ അപ്പുറത്ത് ദൈവം ചില നന്മയുടെ വഴികൾ അവൻ ചർച്ച ചെയ്യുന്നുണ്ട്. നിന്റെ പേര് പറഞ്ഞ് ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ സ്വർഗത്തിൽ ചില ചർച്ച നടക്കുന്നുണ്ട്. എത്രയൊക്കെ മനസ്സിലായി? ഈ ശത്രുവായി അവൻ ചില പദ്ധതികൾ ഒരുക്കി അവൻ പ്ലാൻ ചെയ്ത് നിന്നെ തകർത്ത് കളയെന്ന് പറയുമ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന മകനെ, മകളെ, നിനക്ക് വേണ്ടി കർത്താവ് സംസാരിക്കുന്നുണ്ട്. അവിടെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ ബിലെയാമിൻ്റെ കണ്ണിനെ ദൈവം ചെയ്തു തുറന്നു. അപ്പോൾ ഹാഗറിൻ്റെ കണ്ണിനെ ദൈവം ചെയ്തു തുറന്നപ്പോൾ ആരെ കണ്ടു? ആരെ കണ്ടു? ഒരു ഉറവ കണ്ടു. ആ ഉറവ പറ്റാത്ത ഉറവയായിരുന്നു. ഓ, ഹാഗറിൻ്റെ കണ്ണിനെ തുറന്നപ്പോൾ അവിടെ ഒരു ഉറവ കണ്ടു. 2 സ്തോത്രം, ബിലെയാമിൻ്റെ കണ്ണിനെ തുറന്നപ്പോൾ ദൂതനെ കണ്ടു. ഓ, 1 ഹാഗറിൻ്റെ കണ്ണ് തുറന്നപ്പോൾ, ഓ സ്തോത്ര, പ്രശ്നത്തിന് നടുവിൽ അവൾ ഒരു ഉറവ കണ്ടു. എല്ലാവരും കൈവിട്ടപ്പോൾ കൈവിടാത്ത ദൈവം ഒരു ഉറവയെ കാണിച്ചു. ഓ ആമേൻ. ബിലെയാം കൃപ നഷ്ടപ്പെട്ട്, അഭിഷേകം നഷ്ടപ്പെട്ട്, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ, ഓ സ്തോത്രം, സ്തോത്രം, ദൈവം കൊടുത്ത കൃപകൾ നഷ്ടപ്പെട്ട് കണ്ണടഞ്ഞിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം അവിടെ കണ്ണിനെ തുറന്നു കാണിച്ചു കൊടുത്തു. ദൂതനെ കാണുന്ന കണ്ണടഞ്ഞിരുന്നു. പക്ഷെ ഇന്നിതാ ബിലെയാമിനെ ദൂതനെ കാണാം. ഇന്നിതിനകത്ത് കഴിഞ്ഞ നാളുകളിൽ ദർശനം പ്രാപിച്ച പൈതലെ, വെളിപ്പാട് പ്രാപിച്ച പൈതലെ, കൃപ പ്രാപിച്ച പൈതലെ, ആത്മവരം പ്രാപിച്ച പൈതലെ, ഇന്ന് കൃപ നഷ്ടപ്പെട്ട്, വെളിപ്പാട് നഷ്ടപ്പെട്ട്, ആത്മദാനം നഷ്ടപ്പെട്ടിരിക്കുന്നുവോ? കണ്ണ് തുറക്കാൻ കഴിവുള്ള ഒരു ദൈവം ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ആലയ പ്രാർത്ഥന നഷ്ടപ്പെട്ട നിന്റെ, നഷ്ടപ്പെട്ട നിന്റെ വിശുദ്ധ ജീവിതം നഷ്ടപ്പെട്ട നിന്റെ, ഓ സ്തോത്രം, കഴിഞ്ഞ നാളുകളിൽ എങ്ങനെ ആയിരുന്നോ അതിനെ മടക്കി തരാൻ കഴിവുള്ള കർത്താവ് നമ്മുടെ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. യേശു വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ കണ്ണെന്ത് ചെയ്തു? തുറന്നു. ആമേൻ. ഹാഗറിന്റെ കണ്ണ് തുറന്നു. അപ്പുറത്ത് ഉറവ കണ്ടു. 2 സ്തോത്രം, ബിലെയാമിന്റെ കണ്ണ് തുറന്നു. അപ്പുറത്ത് ദൂതനെ കണ്ടു. 3 വചനം വായിക്കുമ്പോൾ, 2 രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ 6-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ 15 മുതൽ വായിച്ച് സ്തോത്രം, 6-ാം അധ്യായം 15 മുതൽ 20 വരെ, 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 20 വരെ വായിച്ച്. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ഞാനും നീ ദൈവത്തിൻ്റെ മകനും മകളുമാണോ? എനിക്കും നിങ്ങൾക്കും എതിരെ ശത്രു ഒരു കെണി ഒരുക്കുന്നു എന്നറിയുമ്പോൾ സ്വർഗത്തിലൊരു ഗൂഢാലോചന നടക്കും. ഇവിടെ പിശാച് ഒരു ഗൂഢാലോചന നടത്തുമ്പോൾ എനിക്ക് വേണ്ടി ആര് സംസാരിക്കും? ദൈവം എന്താണ് സംസാരിക്കുന്നത്? അവിടെ എത്ര ദൂതന്മാരെ ഇറക്കണം, ആ മല എങ്ങനെ സൂക്ഷിക്കണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ? ഇവിടെ ഇതാ പിശാച് കെണി ഒരു എന്തിനു വേണ്ടി? ഈ ദൈവഭൃത്യനെ തകർക്കാൻ. പക്ഷെ തൊട്ട് മറുവശത്ത് എവനെ കാണാൻ പറ്റിയില്ല. ദൈവം, കർത്താവ് ചെയ്യേണ്ടത് കർത്താവ് ചെയ്യുന്നത്. വായിച്ചേ. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ നാം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അടുത്തത്, അതിനവൻ പേടിക്കണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. നമ്മളോട് കൂടെ ഉള്ളതുണ്ടല്ലോ, അതിലൂടെ നിൽക്കുന്നതല്ല, അതിനേക്കാൾ അധികം. അടുത്ത വരി. പിന്നെ എലീശ പ്രാർത്ഥിച്ചു. എലീശ പ്രാർത്ഥിക്കാൻ അടുത്ത വരി. യഹോവേ ഇവൻ കാണത്തക്കവണ്ണം. ഈ ബാല്യക്കാരന് കാണാൻ പറ്റുന്നില്ല, ദൂതനെ കാണാൻ പറ്റുന്നില്ല. ബാല്യക്കാരൻ്റെ കണ്ണ് ശത്രുക്കളെ മാത്രമേ കാണാൻ പറ്റുന്നു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പലരോടും കർത്താവിൻ്റെ ആലോചന പറയണം. മക്കളെ, നീ ഇന്ന് കാണുന്നതിൻ്റെ പ്രശ്നം മാത്രമാണ്. പക്ഷേ ഈ പ്രശ്നത്തിൻ്റെ അപ്പുറത്ത് ദൈവം ഒരുക്കുന്ന വഴികൾ നീ കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ തളർന്നു പോകുന്നു. നിങ്ങൾക്ക് എത്രക്ക് മനസ്സിലായി? ഇപ്പുറത്തെ വശത്ത് ശത്രു ഒരു വലിയ പദ്ധതി ഒരുക്കി മല വളഞ്ഞു, ഇപ്പം കൊല്ലുമെന്ന്. പക്ഷെ സ്വർഗത്തിലെ ദൈവം മറ്റൊരു പദ്ധതി ഒരുക്കി. ഇവരവിടെ എത്തുന്നതിന് മുൻപേ ഈ പ്രവാചകനെയും ആ മലയെയും ചുറ്റാൻ ഇത്ര ദൂതന്മാർ ഇറങ്ങട്ടെ. നിങ്ങൾക്ക് എത്രക്ക്
നിങ്ങൾക്ക് മനസ്സിലായി? ആമേൻ. നിങ്ങൾക്ക് എത്ര ആഴം മനസ്സിലാവുന്നുണ്ട്? ഞാൻ നിങ്ങളും ആരാ? എനിക്ക് നിങ്ങൾക്കെതിരെ ശത്രു അപ്പുറത്ത് ഒരുക്കുന്ന ഉടനെ ദൈവം ഇങ്ങനെ കണ്ണടച്ചിരിക്കുമെന്നാണോ? പിന്നെ എന്തു ചെയ്യും? നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും, നമുക്കറിയാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഒറ്റയ്ക്കല്ല. ഏകനല്ല നീ സോദരാ, ഏകയല്ല നീ സോദരി, ഏകനല്ല നീ സോദരാ, ഏകയല്ല നീ സോദരി. ഹല്ലേലൂയ. ഇപ്പുറത്തെ വശത്ത് ഈ ദൈവഭൃത്യനെ, പ്രവാചകനെ കൊല്ലാൻ ഒരു വലിയ സൈന്യം മല മൂടി. എന്നാൽ സ്വർഗത്തിൽ ദൈവം ഇരുന്നെന്നാണോ? ഇരുന്നില്ല. ദൈവം അവിടെ ദൂതന്മാരുമായിട്ട് കൂടിയാലോചിച്ചിട്ട് പറഞ്ഞു, ഇത്ര ദൂതന്മാർ ഇവിടെ പോട്ടെ, ആ പർവ്വതത്തിൻ്റെ മുകളിൽ ചുറ്റി നിൽക്കട്ടെ. എൻ്റെ പിള്ളെ അവിടെ വളയാൻ ഇതാ ഒരു സൈന്യം അവിടെ വരികയാണ്. അവരെത്തും മുമ്പേ ആരെത്തണം? ദൂതന്മാർ എത്തണം. കണ്ടോ, ഇപ്പുറത്ത് ശത്രു പദ്ധതി ഇരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കും. നിങ്ങൾക്ക് എത്ര ഉറപ്പുണ്ട്? കർത്താവേ, ഇപ്പുറത്ത് എനിക്കെതിരെ ശത്രു പടവാൾ നീട്ടുമ്പോൾ തൊട്ടപ്പുറത്ത് രാജാതിരാജാവൻ തൻ്റെ ദൂതന്മാരോട് സംസാരിച്ച് എനിക്ക് വേണ്ടിയുള്ള സംരക്ഷണം ചെയ്യാൻ ദൈവം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നില്ല അപ്പാ, അതുകൊണ്ടാണ് ഞാൻ തളർന്നു പോകുന്നത്. ഇവിടെ ഇതാ പ്രവാചകനെ തകർക്കാൻ ഒരു കൂട്ടം പേർ മല മളയുമ്പോൾ ഇതാ പ്രവാചകൻ്റെ ശിഷ്യൻ കണ്ടത് പ്രശ്നമാണ്. ഇതുപോലെയാണ് ഞാൻ നിങ്ങളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും മുന്നിൽ വരുമ്പോൾ നമ്മൾ കാണുന്ന ആരെന്നറിയാമോ? ദൂതന്മാരെ അല്ല, പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന ആ പ്രതിസന്ധിയാണ്, മല പോലത്തെ വിഷയമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പ്രവാചകൻ കണ്ടത് പ്രശ്നവുമായി നിൽക്കുന്നവനല്ല, അതിനെ ചുറ്റി വളയം വെച്ച് നിൽക്കുന്ന ദൂതന്മാരെയാണ് കണ്ടത്. ഇന്ന് ഇതിനകത്ത് പൈതലെ, മകനെ, മകളെ, എൻ്റെ ദൈവത്തിൻ്റെ കര എത്ര പേര് കാണുന്നുണ്ട്? ദൈവദൂതന്മാർ എത്ര പേര് കാണുന്നുണ്ട്? ഈ തീച്ചുളക്കകത്ത്, ഈ വേദനയ്ക്കകത്ത് എൻ്റെ ദൈവത്തെ കാണുന്ന മക്കൾക്കായി സ്തോത്രം. ഇതിനകത്തും എനിക്ക് എൻ്റെ യേശുവുണ്ട്, ഈ ഭാരത്തിനകത്ത് എൻ്റെ യേശുവുണ്ട്, എൻ്റെ കണ്ണുനീര് കാണുന്നൊരു യേശുവുണ്ട്, എൻ്റെ വേദന കാണുന്നൊരു യേശുവുണ്ട്. ശത്രു എനിക്കെതിരെ പല പദ്ധതികൾ ഒരുക്കുമ്പോഴും എന്നെ കാണുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ അസ്വസ്ഥത അറിയുന്ന, എൻ്റെ പ്രതികൂലങ്ങൾ അറിയുന്ന, എൻ്റെ പ്രശ്നം അറിയുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എൻ്റെ കണ്ണടഞ്ഞിരിക്കുന്ന ദൈവമേ, എനിക്കും അത് തുറന്നു തരണമേ, എനിക്കും അത് കാണിച്ചു തരണമേ. എൻ്റെ കർത്താവിൻ്റെ കരം എനിക്ക് കാണണം, എൻ്റെ കർത്താവിനെ എനിക്കും കാണണം, എൻ്റെ കർത്താവിൻ്റെ ശബ്ദം എനിക്കും കേൾക്കണം. ഓ ഹല്ലേലൂയ. അപ്പാ, അപ്പനൊന്ന് രുചിച്ചറിയാൻ, അപ്പനൊന്ന് അടുത്തറിയാൻ. പ്രവാചകൻ അടുത്തറിയാൻ ദൈവത്തെ. പ്രവാചകൻ കാണുന്നുണ്ട്, ദൂതന്മാരെ കാണുന്നുണ്ട്, ദൈവകൃപ അനുഭവിക്കുന്നുണ്ട്. നമ്മളോട് കൂടെ ഉള്ളവൻ ആരെന്ന് അയാൾക്ക് അറിയാം. പക്ഷേ വർഷങ്ങൾ കൊണ്ട് കൂടെ നടക്കുന്ന ബാല്യക്കാരന് ഇതൊന്നും അറിഞ്ഞൂടാ, കണ്ണടഞ്ഞിരിക്കുക. ഇന്ന് ഇതിനകത്ത് നിങ്ങൾ തിരുവെഴുത്തിനെ അറിയാത്തതുകൊണ്ട്, ദൈവശക്തി അറിയാത്തതുകൊണ്ട് തെറ്റിപ്പോകുന്നു, കണ്ണടഞ്ഞിരിക്കുന്നു. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ. തൊട്ടപ്പുറത്ത് ഉറവ കിടക്കുന്ന കാണാൻ പറ്റുന്നില്ല, തൊട്ടപ്പുറത്ത് ദൂതൻ നിൽക്കുന്ന കാണാൻ പറ്റുന്നില്ല, പതറിപ്പോകുന്നു. തൊട്ടപ്പുറത്ത് ദൂത സൈന്യം മലയെ മളഞ്ഞു നിൽക്കുന്ന കാണാൻ പറ്റുന്നില്ല, പതറിപ്പോകുന്നു. ഇന്ന് ഇതിനകത്ത് വ്യത്യസ്തമായ ഭാരത്തോടെ പതറിയിരിക്കുന്നെങ്കിൽ ഞാൻ പറയാം, പതറണ്ട. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി യുദ്ധക്കളത്തിലിറങ്ങി യുദ്ധം ചെയ്യുന്ന ഒരു സർവശക്തനാകുന്ന ദൈവം. ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ വായിച്ചേ, അടുത്ത വാക്യം കൂടെ വായിച്ചേ. യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. ഇവന്റെ കണ്ണ് തുറക്കണമെന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശായുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട്. ഇതിനകത്തിരിക്കുന്ന പൈതൽ, നിന്റെ ചുറ്റും എന്തുണ്ട്? പറ. മുമ്പ് ചുറ്റും നിൽക്കുന്ന എന്തോന്നാ? പഴയ നിയമത്തിൽ ഇതാണെങ്കിൽ പുതിയ നിയമം എങ്ങനെ ഇരിക്കും? പഴയ നിയമത്തിൽ ഇങ്ങനെയാണെങ്കിൽ പുതിയ നിയമം എത്ര നോക്കി. പഴയ നിയമം പൊരുളിൽ, മറഞ്ഞിരിക്കുന്ന നിഴലിൽ ഇങ്ങനെയാണെങ്കിൽ പൊരുളാകുന്ന ക്രിസ്തു വെളിപ്പെട്ടപ്പോൾ എങ്ങനെ ഇരിക്കും? എത്രമാത്രം സംരക്ഷണം കാണും. വായിച്ചേ, ഒന്നുകൂടെ വായിച്ച വരി. അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നപ്പോഴാണ് മനസ്സിലായത്, ചുമ്മയല്ല ദൈവം ഈ പ്രവാചകനെ വിളിച്ച്, ചുമ്മയല്ല ഇവൻ്റെ ഇവിടെ അത്ഭുതങ്ങൾ, ചുമ്മയല്ല ഇവൻ ഇവൻ എങ്ങനെ ഉറച്ചു നിൽക്കുന്നു. നമ്മളെ ആരെയും എടുക്കാൻ കഴിവല്ല. ദൈവം തൻ്റെ ദൂതന്മാരെ നമുക്ക് ചുറ്റും, നമ്മളെ കഴിവല്ല, നമ്മളെ മിടുക്കല്ല, നമ്മുടെ എന്തോ ഒന്നും അല്ല, പിന്നെയോ നമ്മളെ കരുതുന്ന പലവട്ടം ശത്രു പല രീതിയിൽ തന്ത്രം മെടഞ്ഞ് നോക്കി തകർക്കാൻ നോക്കി. പക്ഷെ തകരാത്ത കാര്യം എന്താ അറിയാമോ? ഒരു ചുറ്റും അഗ്നിമയമായ രഥങ്ങളും കുതിരകളും
അമേൻ അമേൻ അമേൻ. ദൂത സൈന്യം വളഞ്ഞിരുന്നു. എന്നെ നിങ്ങളെ കാണാതെ, ശത്രു കാണാതെ, അവൻ കാണാതെ മറച്ചു പിടിച്ചിരുന്നു. ഈ ദൈവം ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. കണ്ണ് തുറക്കട്ടെ. അപ്പുറത്തൊരു ഉറവയുണ്ട്. സ്തോത്രം. കണ്ണ് തുറക്കട്ടെ. ദൂതനെ കാണട്ടെ. കണ്ണ് തുറക്കട്ടെ. മലക്ക് ചുറ്റും അഗ്നിമയമായ രഥങ്ങളും കുതിരകളും നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ. ജീസസ് ജീസസ്. അടുത്ത വാക്യം വായിച്ചേ. അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു. അടുത്ത, ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമെന്ന്. നോക്കി, അധികാരം നോക്കി, അധികാരം നോക്കി. ഈ ജാതിയെ അന്ധത. ഒറ്റ വാക്ക്. നാവിന് ശക്തിയുണ്ട്. നാവിന് എന്തുണ്ട്? പിശാചിനെ അന്ധത പിടിപ്പിച്ച് ഓട്ടിക്കണം. ചില സന്ദർഭങ്ങളിൽ നമ്മൾ മാനസികമായി, ശാരീരികമായി അപ്പുറത്ത് കിടക്കുന്ന ഉറവ കാണാൻ പറ്റാതെ, അപ്പുറത്ത് നിൽക്കുന്ന ദൂതനെ കാണാൻ പറ്റാതെ, അപ്പുറത്ത് നിൽക്കുന്ന അഗ്നിമയമായ രഥങ്ങളെ കാണാൻ പറ്റാതെ, മാനസികമായി ശാരീരികമായി നമ്മളെ തകർക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഇതിപ്പോൾ പ്രസംഗം എളുപ്പമാണ്. പ്രസംഗിക്കാനും പ്രസംഗം കേൾക്കുമ്പോഴും ചിന്തിക്കും, ദൈവമേ ഞാൻ അനുഭവിക്കുന്ന വേദന, ആ സമയമാകുമ്പോൾ എൻ്റെ കിടുകിടുപ്പ്. ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്നത് ഇത് അനുഭവിക്കുന്നവർക്ക് അറിയാവൂ. പക്ഷെ ഞാൻ പറയാം, അവിടെ ധൈര്യത്തോടെ പറയണം, കർത്താവേ, യേശപ്പച്ച, എൻ്റെ അപ്പ, എൻ്റെ അപ്പൻ എനിക്ക് ഇവിടെ കാണണം. എൻ്റെ അപ്പൻ്റെ ദൂതനെ കാണണം. എൻ്റെ കണ്ണൊന്ന് തുറക്കണം. ഈ പ്രശ്നം നിറഞ്ഞ സമയത്ത് എനിക്കറിയാം ഇതിനകത്ത് ഞാനല്ല, എൻ്റെ അപ്പുറത്തൊരു ദൂത സൈന്യമുണ്ട്. എനിക്കറിയാം അപ്പുറത്ത് ഉറവയുണ്ട്. എനിക്കറിയാം അഗ്നിമയമായ രഥങ്ങളും കുതിരകളുമുണ്ട്. എനിക്കറിയാം എന്നെ തകർക്കുന്ന ദുഷ്ട ഇരുട്ട്, മനസ്സിനെ അസ്വസ്ഥതയിട്ട്, വെപ്രാലോട്ട്, പരവേശമിട്ട്, ശാരീരികമായി, മാനസികമായി, ആത്മീയമായി എന്നെ തകർക്കുന്ന ഇരുട്ട് നിനക്ക് അന്ധത പിടിക്കട്ടെ. എത്ര പേര് പറയും ഹല്ലേലൂയ, ആമേൻ ആമേൻ. എന്നെ പള്ളി വരാൻ സമ്മതിക്കാതെ, ആരാധിക്കാൻ സമ്മതിക്കാതെ, വിശുദ്ധിയോടെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ ഏതൊക്കെ ഇരുട്ട് കളിക്കുന്നുവോ നിനക്ക് അന്ധത പിടിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവനോട് പറ, നിനക്ക് അന്ധത വരട്ടെ. എനിക്ക് എൻ്റെ യേശു ഉണ്ട്. കണ്ടോ, പ്രവാചകൻ എന്ത് ചെയ്തു? പ്രവാചകൻ ആരാ? ദൈവ മകൻ. ഇവൻ കാണാതിരിപ്പാൻ തക്കവണ്ണം അവൻ്റെ കണ്ണ്. ഒറ്റ വാക്ക്. അടുത്ത വായിച്ചേ. എലീശയുടെ അപേക്ഷ പ്രകാരം അവൻ അവരെ അന്ധത പിടിപ്പിച്ചു. നിങ്ങൾ ചിന്തിച്ചോ, ദൈവം എവിടെ നിന്നു? അപ്പം പറ. എലീശയുടെ തൊട്ട് അടുത്ത് ചേർന്ന്. എലീശ പറഞ്ഞു, ദൈവം ചെയ്തു. എലീശ പറഞ്ഞു. വാക്കിൻ്റെ ശക്തി ഉണ്ടോ? വാക്കിൻ്റെ അധികാരം കണ്ടോ? വാക്കിൻ്റെ അധികാരം കണ്ടോ? എലീശ പറഞ്ഞു, ദൈവം. നിങ്ങൾ വായ് കൊണ്ട് കൽപ്പിക്കുമ്പോൾ ദൈവം ചെയ്യും. ചില സന്ദർഭങ്ങളിൽ നമ്മൾ കൂടെ ഇളകുന്ന പോലെ ആകും. നഖമില്ല, ഇളകി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, എങ്ങോട്ട് പോകണമെന്നൊന്നും അറിഞ്ഞൂടാ, പതറും. അയ്യോ, സ്വസ്ഥത നഷ്ടപ്പെട്ടു, ഇറങ്ങി ഓടണമെന്നൊക്കെ തോന്നും. ചില സന്ദർഭങ്ങളിൽ മിക്ക മനുഷ്യരുടെ ജീവിതത്തിനകത്തും ഇത് വരാറുണ്ട്. അപ്പോഴും പറയണം, ഈ ഇളക്കം ദൈവത്തിൻ്റെതല്ല. ഈ ഇളക്കം ശത്രു എന്നെ ചാഞ്ചാടി തകർക്കാനാണ്. അവനെ അന്ധത പഠിപ്പിക്കാൻ യേശുവിൻ്റെ നാമത്തിൽ അധികാരത്തോടെ കൽപ്പിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യും? ഭയപ്പെടുത്തി. ചെറിയൊരു ക്ഷീണം വരും, ബലഹീനത വരും. അപ്പോൾ പറയും, ഈ രോഗം മറ്റേ രോഗമെന്ന് പറയും. അന്നത്തോടെ ഉറക്കം പോകും. ചെറിയൊരു ക്ഷീണം വന്നേ, അപ്പോൾ ദുഷ്ടൻ പറഞ്ഞു തരും, ഈ രോഗം വേറെ ഒന്നുമല്ല, ഇതൊക്കെ ലക്ഷണങ്ങളാണ്. ഇത് മറ്റേ ഇന്ന അങ്ങറ്റത്തുള്ള രോഗമില്ലേ, അതിൻ്റെ ലക്ഷണം. അന്നോട്ട് പിന്നെ ഉറക്കമില്ല. അന്നോട്ടിനൊരു വെപ്രാളവും പെടയലും. ഇതാരുടെ പദ്ധതി? അവൻ അന്ധത വരണോ വേണ്ടേ? അവൻ അന്ധത പിടിപ്പിച്ചോട്ടിക്കണം. അതേപോലെ ചില പ്രശ്നം വരുമ്പോൾ പറയും, ഇനി ഒരു കാലവും ഒരു നന്മ ഈ വീട്ടിനകത്ത് വരാൻ പോകുന്നില്ല. ഇത് കാണിച്ചു തരുന്ന ആരാണ്? അവൻ എന്ത് ചെയ്യണം? യേശുവിൻ്റെ നാമത്തിൽ അന്ധത പിടിപ്പിക്കണം. അവൻ്റെ കൂടെ പോകാൻ പറയണം. പ്രവാചകൻ ദൈവത്തിനായിട്ട് ജീവിച്ചു, ദൈവകൃപയിൽ ജീവിച്ചു. അവനെതിരെയുള്ള ശത്രു മണ്ഡലങ്ങളെ ദൈവ ആത്മാവിൽ കാണിച്ചു കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? അന്ധത പിടിപ്പിച്ചു. അടുത്ത വരി ഇവിടെ വായിച്ചേ. എലീശ അവരോട്, ഇതല്ല വഴി, പട്ടണവും ഇതല്ല. കണ്ടോ, കണ്ണ് കണ്ടുകൂടാ. വഴി ഇതല്ല, ആക്രമിക്കാൻ വന്നതാ. വഴി ഇതല്ല, പട്ടണം ഇതല്ല, എന്റെ പിന്നാലെ വരുവിൻ. കണ്ടോ, വിളിച്ചോണ്ടോ. അവിടെ ഒരു ചുക്കും നടന്നില്ല. ഇനി ഒരു വാക്യം കൂടെ വായിച്ചേ. ലൂക്കോസ് 24:16 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ യേശു ക്രിസ്തു എമ്മാവൂസിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ രണ്ടുപേരെ കണ്ണടഞ്ഞിരിക്കുകയാണ്. യേശു ക്രിസ്തു അവരെ കൂടെ നടന്നു. സ്തോത്രം. നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്തെന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. വായിച്ചേ. ലൂക്കോസ് 24:16 മുതൽ ടക്കനെ വായിച്ചേ.
അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അടുത്ത് അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. എന്തിന് വാദിക്കുന്നു? അടുത്ത വരി. അവർ വാടിയ മുഖത്തോടെ നിന്ന്, അവരുടെ മുഖം എന്ത് ചെയ്തു? വാടിയ മുഖത്തോടെ നിന്ന്. അടുത്ത് ക്ലെയോപ്പാവ് എന്ന് പേരുള്ളവൻ, യെരൂശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വരി. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവൻ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകൻ, അതാണ് നമ്മൾ ആരാധിക്കുന്ന യേശു. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ടെന്ന് 3-ാം നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. അവനെ കണ്ടില്ല താനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്ന് അവർ അവനെ അറിഞ്ഞു. യേശുവിനെ കണ്ടു, അറിഞ്ഞു. യേശു കൂടെ നടന്നിട്ടും കാണാൻ പറ്റിയില്ല. ഇന്ന് ഇതിനകത്ത് എത്രയൊക്കെ ആഗ്രഹമുണ്ട്. ഒന്ന്, ഹാഗറിനെ മരുഭൂമി കൊണ്ടുപോയി. പക്ഷേ ഈ മരുഭൂമി അവളുടെ ജീവിതത്തിൻ്റെ അവസാനമായിരുന്നില്ല, ഒരു തുടക്കമായിരുന്നു. നിന്റെ മരുഭൂമി അവസാനമല്ല, ഒരാരംഭമാണ്. ജീസസ് ലോകം ഒരുമിച്ച് കരുതി കാണുമല്ലേ തീർന്നെന്ന്. എല്ലാ അമ്മയും മോനും മരിക്കുമെന്നല്ലേ വിചാരിച്ചേ? പക്ഷേ ഇല്ല മക്കളെ, അമ്മയും മോനും മരിക്കുമെന്ന് ലോകം ചിന്തിച്ചപ്പോൾ ഒരാരംഭമായിരുന്നു. ദൈവം കണ്ണ് തുറന്നു, കൈ താങ്ങാൻ കരത്തെ ശക്തീകരിച്ചു. കണ്ണ് തുറന്നു, ഒരു ഉറവ, ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ഒരു ഉറവ കണ്ടു. 2, വെളിച്ചം നഷ്ടപ്പെട്ട്, കൃപ നഷ്ടപ്പെട്ട് ബിലിയാമിൻ്റെ കണ്ണ് അന്ധമായി. ആ ബിലിയാമിൻ്റെ കണ്ണ് എന്ത് ചെയ്തു? സ്വത്രം ദൂതനെ കാണാൻ പറ്റാത്ത കണ്ണായി മാറി. എന്നാൽ ഇതാ ദൂതനെ കാണാൻ ദൈവം ബിലിയാമിൻ്റെ കണ്ണുകളെ തൊട്ടപ്പോൾ ബിലിയാമിൻ്റെ കണ്ണ് എന്ത് ചെയ്തു? തുറന്നു. ബിലിയാമിൻ്റെ കണ്ണ് തുറന്നോ ഇല്ലേ? ബിലിയാമിൻ്റെ കണ്ണ് തുറന്നു. ഇതാ കൊട്ടാരത്തിനകത്ത് സ്വത്രം ദൈവദാസനെതിരെ ഭയങ്കര ഒരു കൂടിയാലോചന നടക്കുമ്പോൾ ദൈവദാസന് അനുകൂലമായി സ്വർഗത്തിൽ ഒരു കൂടിയാലോചന നടന്നു. അതെന്തോന്നാ? ദൂതന്മാരെ എത്ര എണ്ണത്തിന് ഇറക്കണമെന്ന്. അങ്ങനെ ഒരു കൂടിയാലോചന എവിടെ നടന്നു? സ്വർഗത്തിൽ നടന്നു. പിശാച് അപ്പുറത്ത് കൂടിയാലോചിക്കുമ്പോൾ ദൈവമക്കൾക്ക് വേണ്ടി ഇപ്പുറത്ത് ദൈവം കൂടിയാലോചിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവം ഇപ്പുറത്ത് കൂടിയാലോചിച്ചു. ഇവിടെ ഇതാ മലമുകളിൽ ഒരു വലിയൊരു സൈന്യത്തെ അയച്ചു. അഗ്നിമയമായ രഥങ്ങളും കുതിരകളും. ഇത് പ്രവാചകന് കാണാൻ പറ്റി, എന്നാൽ ബാല്യക്കാരന് കാണാൻ പറ്റിയില്ല. പറ്റാതെ വന്നപ്പോൾ എന്താ സംഭവിച്ചേ? ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം ഈ ബാല്യക്കാരൻ്റെ കണ്ണെന്ത് ചെയ്തു? തുറന്നു കൊടുത്തു. വീണ്ടും നമ്മൾ പറഞ്ഞു ഇവിടെ ഇത് 3 എണ്ണമായി. 4ാമത് പറഞ്ഞു ഇവിടെ എമ്മാവൂസിലേക്ക് 2 പേര് പോകുമ്പോൾ അവർ 2 പേരെയും കണ്ണടഞ്ഞിരുന്നു. അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ദൈവം കൊടുത്തു. ഈ 2 പേരുടെ കണ്ണ് തുറന്നു. ആരെ കണ്ടു? യേശു ക്രിസ്തുവിനെ കണ്ടു. ഇനി ഒന്നുകൂടെ വായിച്ച് യെശയ്യാവിന്റെ പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യം. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയില്ല. അന്ന് മുടന്തർ മാനിനെ പോലെ ചാടും, ഊമൻ്റെ നാവ് ഉല്ലസിച്ച് ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശ തോടുകളും പൊട്ടിപ്പുറപ്പെടും. വായിച്ചേ 35-ന്റെ 5-6 വാക്യം. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. മരീചിക ഒരു പൊയ്കയായും വരണ്ട നിലം നീരുറവകളായും തീരും. കുറുക്കന്മാരുടെ പാർപ്പിടത്ത് അവ കിടന്ന സ്ഥലത്ത് തന്നെ പുല്ലും ഓടയും ഞാങ്ങണയും വളരും. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും. അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. ഒരു അശുദ്ധനും അതിൽ കൂടി കടക്കയില്ല. ഇത് യേശുവിന്റെ വരവ് കഴിഞ്ഞ് അവിടെ നടക്കുന്ന സംഭവങ്ങളാണ്. 1000 ആണ്ട് വാഴ്ച
സ്തോത്രം. അവിടെ ഇതാ മാനിനെ പോലെ തുള്ളിച്ചാടും. ഇന്ന് ഞാൻ ഇതിനകത്ത് പറയട്ടെ സഹോദരങ്ങളെ, കണ്ണ് അടഞ്ഞിരിക്കുന്ന കണ്ണുകളെ തുറപ്പിക്കാൻ എൻ്റെ ദൈവം. എന്തുകൊണ്ട് അവസാനം യെശയ്യാവ് വായിച്ചെന്ന് ചോദിച്ചാൽ, ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലിരിക്കുമ്പോഴും ഈ പ്രശ്നത്തിൻ്റെ അപ്പുറത്ത് ഒരു നിത്യതയും കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. പേടിക്കണ്ട, ഇവിടം കൊണ്ടൊന്നും തീരത്തില്ല, ഈ ലോകത്തിൻ്റെ ജീവിതം കൊണ്ടൊന്നും അസ്തമിക്കത്തില്ല. ഈ ലോകത്തിലും നമ്മൾ ജീവിക്കുമ്പോൾ ഇതിൻ്റെ നടുവിലും കണ്ണുകളെ തുറന്ന് അപ്പുറത്തുറവ തരുവാൻ, അപ്പുറത്ത് ദൂതനെ കാണിച്ചു തരുവാൻ, അപ്പുറത്ത് അടഞ്ഞ കണ്ണിനെ തുറപ്പിക്കുവാൻ. മോനെ, നിൻ്റെ ജീവിതത്തിനകത്ത് ബിലയാമെ തെറ്റ് വന്നതുകൊണ്ടാണ് നിനക്ക് കണ്ണ് കാണാൻ പറ്റാത്തത്. പക്ഷെ കഴുത കണ്ടടാന്ന് കാണിച്ചു കൊടുക്കുവാൻ, ദൂതനാണെന്ന് കാണിച്ചു കൊടുക്കാൻ സ്വർഗം ഇറങ്ങി. തീർന്നില്ല, എമ്മാവസിലേക്ക് പോകുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും കണ്ണുകളെ ദൈവം തുറന്നു കൊടുത്തു. തീർന്നില്ല, മലയുടെ മുകളിൽ വലിയ അഗ്നിമയമായ രഥങ്ങളും കുതിരകളും നിൽക്കുന്നത് ദൈവം കാണിച്ചു കൊടുത്തു. 4 സ്ഥലത്ത് കണ്ണു തുറന്നു. എന്നാൽ ഞാൻ പറയാം, ഈ ഭൂമിയിൽ എന്തൊക്കെ പ്രതികൂലം വരുമ്പോഴും നമുക്കൊരു നിത്യതയുണ്ട്. എൻ്റെ യേശുവുണ്ട്. യേശുവിൻ്റെ രാജ്യത്തിൽ കണ്ണുനീരും ദുഃഖവും പ്രതികൂലവും പ്രശ്നങ്ങളും ഒന്നുമില്ല. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. എന്നെ നിങ്ങളെ മരുഭൂമി കൊണ്ടുപോകുമ്പോൾ ഈ മരുഭൂമി ഒന്നിൻ്റെ അവസാനമല്ല, ഒരു തുടക്കമാണ്. ഈ ഒറ്റപ്പെടൽ ഒന്നിൻ്റെ അവസാനമല്ല, ഒരു തുടക്കമാണ്. ഓ സ്തോത്രം, ഈ എതിർപ്പ് ഒന്നിൻ്റെ അവസാനമല്ല, ഒരു തുടക്കമാണ്. സ്തോത്രം, ഇപ്പുറത്ത് ശത്രു എനിക്ക് നിങ്ങൾക്കെതിരെ, അയൽവക്കത്ത് ഒരു വീട്ടുകാർ എനിക്ക് നിങ്ങൾക്കുമെതിരെ പതിയിരുന്ന് പലതും പദ്ധതിയും പ്ലാനും ചെയ്യുമ്പോൾ, തൊട്ടപ്പുറത്ത് യേശു എനിക്ക് വേണ്ടി എഴുന്നേൽക്കും. നിങ്ങൾക്ക് എത്ര ഉറപ്പുണ്ട്? ഇപ്പുറത്ത് ശത്രു പലതും ഒരുക്കുമ്പോൾ എനിക്കൊരു മുടി പോലും പൊഴിയാതെ ഇപ്പുറത്തെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കും. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും വേണ്ടി ദൈവം എഴുന്നേൽക്കും. ശത്രുക്കൾ ചിതറി. സങ്കീർത്തനം 68 പറയുന്നു, യഹോവ എഴുന്നേൽക്കുമ്പോൾ, 68:1, യഹോവ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറി ഓടുന്നു. തീങ്കൻ മെഴുകുരുകുന്നത് പോലെ സ്തോത്രം, ദുഷ്ടൻ അവൻ്റെ സന്നിധിയിൽ ഉരുകിപ്പോകുന്നു. പല്ലി കടിച്ചുരുകുന്നു, അവൻ നശിക്കുന്നു. സ്തോത്രം, അവനൊന്നും ചെയ്യാൻ പറ്റാതാകുന്നു. സ്തോത്രം, പുക പോലെ അവൻ ചിതറി പതറി അങ്ങ് മാറിപ്പോകുന്നു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ സ്തോത്രം, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പ്രതിസന്ധി ഉണ്ടായിരിക്കാം. പേടിക്കരുത്.